സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അങ്ങനെ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഇതിനകത്ത് റൊട്ടേഷൻ എന്നൊക്കെ പറയുന്ന അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ്, വളരെ വലിയൊരു ചാപ്റ്റർ ആണ് റൊട്ടേഷൻ മോഷൻ എന്ന് പറയുന്നത്. സോ പരമാവധി കൺസൈസ് ആയിട്ട് പറയുന്ന നോക്കാം, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. സോ റൊട്ടേഷണൽ മോഷനിൽ മെയിൻ ആയിട്ട് ആ ചാപ്റ്ററിനകത്ത് ഉണ്ടായിരുന്നത് ഒന്ന് സെന്റർ ഓഫ് മാസ് അല്ലെ, സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന പോർഷൻ. പിന്നെ ഉള്ളത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ഏരിയ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. പിന്നെ നമ്മുടെ റൊട്ടേഷണൽ മോഷൻ, റൊട്ടേഷൻ അബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ്. അതിനകത്ത് ആംഗുലാർ മൊമെന്റം, ആംഗുലാർ വെലോസിറ്റി, ടോർക്ക്, ആംഗുലാർ ആക്സിലറേഷൻ, അങ്ങനത്തെ ക്വാണ്ടിറ്റീസ് അവർ തമ്മിലുള്ള റിലേഷൻസ് ഇതെല്ലാം അതിനകത്ത് പഠിക്കും. പിന്നെ ഉണ്ടായിരുന്നത് റോളിംഗ് മോഷൻ, കമ്പൈൻഡ് ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഇതിനെയാണ് നമ്മൾ റോളിംഗ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്ര ഏരിയാസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് അതിനകത്ത് വരുന്നത്. വേറെ ചെറിയ ചെറിയ ടോപ്പിക്സ് ഇതിന്റെ ഇടയിൽ വേറെയും വരും. ഓക്കെ, സബ് ടോപ്പിക്സ് ആയിട്ട്. നമുക്ക് നേരിട്ട് ടോപ്പിക്സിലോട്ട് കടക്കാം. ഫസ്റ്റ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. സോ എന്തായിരുന്നു സെന്റർ ഓഫ് മാസ്? ഇറ്റ് ഈസ് ദി പോയിന്റ് അറ്റ് വിച്ച് വെയർ എൻറ്റയർ മാസ് ഓഫ് ദി സിസ്റ്റം ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. അതിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്, അല്ലേ? സോ സെന്റർ ഓഫ് മാസ് ഓഫ് ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ സിസ്റ്റം, ആണെന്നുണ്ടെങ്കിൽ സെന്റർ ഓഫ് മാസ് ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ സെന്റർ ഓഫ് മാസ് വിൽ ബി, അതായത് ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് അല്ലെ, M1 ഉണ്ട്, അതിലോട്ടുള്ള പൊസിഷൻ വെക്ടർ R1, M2 ഉണ്ട്, അതിലോട്ടുള്ള പൊസിഷൻ വെക്ടർ R2, M3 അതിലോട്ടുള്ള പൊസിഷൻ വെക്ടർ R3. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ the position vector of center of mass is given by M1 R1 plus M2 R2 plus etc. divided by M1 plus M2 plus etc. divided by total, or sigma Mi Ri divided by summation Mi. This is the position vector of center of mass. അതേപോലെ തന്നെ എക്സ് കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് കോർഡിനേറ്റ് ആണെന്നുണ്ടെങ്കിൽ M1 x1 plus M2 x2 plus M3 x3 extra up to last mass divided by M1 plus M2. അതല്ലെങ്കിൽ സിഗ്മ Mi xi divided by summation Mi എന്ന് വരും. Okay, this is the position vector of x coordinate of center of mass. Similarly, y coordinate ഇതേപോലെ തന്നെ എഴുതാം. Y coordinate will be sigma Mi yi divided by sigma Mi. Z coordinate ഇതേപോലെ തന്നെ എഴുതാം. sigma Mi zi divided by sigma Mi എന്ന് എഴുതാൻ പറ്റും. Okay, so that is about center of mass of a discrete particle system. അടുത്ത for a rigid body ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ കേസിൽ ഒന്നുകൂടി പറയാനുണ്ട്. ഫോർ എ ടു പാർട്ടിക്കിൾ സിസ്റ്റം, എന്താണ് ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ കേസിൽ? 2 മാസസ് ഉണ്ട്. ഇതാണ് സെന്റർ ഓഫ് മാസ്. ഇത് M1, ഇത് M2, ഇത് R2, ഇത് R1. ടോട്ടൽ സെപ്പറേഷൻ ബിറ്റ്വീൻ ദം R ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ കേസിൽ എന്ത് എഴുതാം? M1 R1 ഹാസ് ടു ബി ഈക്വൽ ടു M2 R2. സെന്റർ ഓഫ് മാസ് എന്നുള്ള ഡിസ്റ്റൻസിന്റെ മാസ് ഇൻറ്റു സം ഓഫ് ദി പ്രോഡക്ട്സ് വിൽ ബി M1 R1 ഇസ് ഈക്വൽ ടു M2 R2. ഇതെല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, അത് ഡിറൈവ് ചെയ്യാനൊന്നുമില്ല. ഡിറൈവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ M1ന്റെ പൊസിഷൻ 0 0 ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ് R1 0, ഇതിന്റെ കോർഡിനേറ്റ് R2 0. സോ എന്ത് എഴുതാം? R1 ഇസ് ഈക്വൽ ടു അങ്ങനെ എഴുതിയിട്ട് എന്ത് എഴുതിയാൽ മതി? M1 into 0 plus M2 into അങ്ങനെ എടുത്തിട്ട് ചെയ്താലും ആൻസർ കിട്ടും. ഓക്കെ, സോ അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് 0 ആക്കി എടുത്തിട്ട് എങ്ങനെയായാലും കുഴപ്പമില്ല, ഇത് ഓർത്ത് വെക്കുക. M1 R1 is equal to M2 R2. ഇനി അടുത്ത് ഫോർ എ റിജിഡ് ബോഡി
അല്ലെങ്കിൽ ഫോർ എ കണ്ടിന്യൂസ് ബോഡി എങ്ങനെയാണ് സെന്റർ ഓഫ് മാസ് വരിക? നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ആർബിട്രറി ഷേപ്പ് ഉള്ള ഒരു മാസാണ്. നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. നേരത്തെ ഓരോ M1 R1 പ്ലസ് M2 R2 അങ്ങനെ എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എത്ര പോയിന്റ് ഒബ്ജക്ട്സ് ഉണ്ട്? There are infinitely many point objects. സെപ്പറേറ്റ്ലി ആഡ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. സോ അതിന് പകരം അഡീഷന് പകരം നമ്മൾ ഇവിടെ എന്താണ് യൂസ് ചെയ്യുക? ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ വി യൂസ് ഇന്റഗ്രേഷൻ. സ്മോൾ എലിമെന്റ്സ് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ വി യൂസ് ഇന്റഗ്രേഷൻ. സോ ഈ കേസിൽ XCOM എന്ന് പറയുന്നത് ഇന്റഗ്രൽ എക്സ് ഡി എം ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ ഡി എം. ഇന്റഗ്രൽ ഡി എം എന്ന് പറഞ്ഞാൽ താഴെയുള്ള ടോട്ടൽ മാസ്. അപ്പോൾ M1x1 പ്ലസ് M2x2 പകരം x ഇൻറ്റു ഡി എം വൺ പ്ലസ് x2 ഇൻറ്റു ഡി എം ടു അങ്ങനെ സ്മോൾ എലമെന്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്നത്. സോ അതേപോലെ YCOM ഇന്റഗ്രൽ y ഡി എം ഡിവൈഡ് ബൈ ഇന്റഗ്രൽ ഡി എം. താഴെയുള്ള ഇന്റഗ്രൽ ഡി എം എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് തന്നെയാണ് വരിക. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് സെന്റർ ഓഫ് മാസ്. ഇത്രയാണ് സെന്റർ ഓഫ് മാസിന്റെ കേസ്. ഇനി ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്ന കേസസ് ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. സെന്റർ ഓഫ് മാസിന്റെ കേസിൽ ഫോർ എ സിമെട്രിക്കൽ ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സെന്റർ ഓഫ് മാസ് will be at its geometrical center. ഒരു സിമെട്രിക്കൽ ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സെന്റർ ഓഫ് മാസ് എവിടെ ഉണ്ടാവാം? വിൽ ബി അറ്റ് ഇറ്റ്സ് ജിയോമെട്രിക്കൽ സെന്റർ. അപ്പോൾ സ്ഫിയർ ആണെങ്കിൽ സ്ഫിയറിന്റെ സെന്ററിലാണ് ഉണ്ടാവുക. അതേപോലെ സർക്കിൾ ആണെങ്കിൽ സർക്കിളിന്റെ സെന്ററിൽ, ഡിസ്ക് ആണെങ്കിൽ ഡിസ്കിന്റെ സെന്ററിൽ, സിലിണ്ടർ ആണെങ്കിൽ സിലിണ്ടറിന്റെ സെന്ററിൽ, അതേപോലെ ഒരു റെക്ടാംഗിൾ ആണെങ്കിൽ അതിന്റെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന സെന്റർ പോയിന്റ്. ട്രയാംഗിൾ ആണെങ്കിൽ എവിടെയാണ്? ട്രയാംഗിളിന് ഒരുപാട് സെന്റേഴ്സ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? സർക്കം സെന്റർ, ഇൻ സെന്റർ, അങ്ങനെ സെൻട്രോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെന്റേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. അതിനകത്ത് സെൻട്രോയിഡിലാണ് എന്ത്? ട്രയാംഗുലർ ലാമിനയുടെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഫോർ എ ട്രയാംഗിൾ ഇറ്റ് ഈസ് അറ്റ് ദി സെൻട്രോയിഡ് ഓഫ് ദി ട്രയാംഗിൾ. ട്രയാംഗിളിന്റെ സെൻട്രോയിഡിലാണ് സെന്റർ ഓഫ് മാസ് വരുന്നത്. ഇനി ഇതിനകത്ത് ചില കേസസ് ഓർത്ത് വെക്കണം. ഇടക്കിടക്ക് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ഇടക്കിടക്ക് ചോദിക്കുന്ന കാണാറുണ്ട്. ചില കേസസിൽ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ എവിടെയാണ്? ഓക്കെ, സിമെട്രിക്കൽ അല്ലാത്ത സംഭവം അല്ലെങ്കിൽ ചില കേസിൽ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ എവിടെയാണ്? സോ അപ്പൊ അതിനകത്ത് ഒന്നുള്ളതാണ് നമ്മളൊരു സെമി സർക്കുലർ ഫസ്റ്റ് വൺ സെന്റർ ഓഫ് മാസ് ഓഫ് സം സ്പെഷ്യൽ കേസസ്. ചില സ്പെഷ്യൽ കേസസിന്റെ സെന്റർ ഓഫ് മാസ്. അതിനകത്ത് ഒന്ന് സെമി സർക്കുലർ ആർക്ക്. സെമി സർക്കിൾ ഫുൾ റിംഗ് ഇല്ല. ഫുൾ റിംഗ് ഉണ്ടെങ്കിൽ എവിടെ വന്നേനെ? സെന്ററിൽ വന്നേനെ. ഫുൾ റിംഗ് ഇല്ല, സെമി സർക്കിൾ ആണ്. അപ്പൊ അതിന്റെ സെന്ററിലല്ല. ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 2r/π. ഓക്കെ, സെമി സർക്കുലർ ആർക്ക്, സെമി സർക്കുലർ റിംഗ് അല്ലെങ്കിൽ റിംഗ് ആണ്. ഓക്കെ, ഡിസ്ക് അല്ല, റിംഗ് ആണ്. സോ ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2r/π. ഇനി അടുത്തത് സെമി സർക്കുലർ ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 4r/3π. മറ്റേ 2r/π, ദിസ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 4r/3π. ഓക്കെ, ഇനി അടുത്തത് ഹോളോ സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെല്ലാണെന്നുണ്ടെങ്കിൽ ഷെല്ലിന്റെ കേസിൽ ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് r/2. ഹോളോ സ്ഫിയർ, ഹോളോ ഹെമിസ്ഫിയർ കേട്ടോ, അറ്റ് എ ഹൈറ്റ് ഓഫ് r/2 ആണ്. സെന്ററിന്ന് അറ്റ് എ ഹൈറ്റ് ഓഫ് r/2. അടുത്തത് സോളിഡ് സ്ഫിയർ ആവുമ്പോൾ ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 3r/8. പിന്നെ ഡെറിവേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഡെറിവേഷൻ, ആസ് ഓഫ് നൗ അത് പറയാൻ സമയമില്ല. ഓക്കെ, സോ 3r/8 ആണ്. നമ്മൾ ക്ലാസ്സിൽ പറയാറുണ്ട് സാധാരണ, പക്ഷെ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യേണ്ടതെന്നൊക്കെ, പക്ഷെ ഇവിടെ പറയാൻ സമയമില്ല. ഇന്റഗ്രേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 3r/8 ഫോർ എ സോളിഡ് ഹെമിസ്ഫിയർ. For a solid hemisphere, it is at a height of 3r/8.
അടുത്തത് ഒരു കോണാണ്. ഫോർ എ കോൺ. കോണിന്റെ കേസിൽ അറ്റ് എ ഹൈറ്റ് ഓഫ് h/4 ഫോർ സോളിഡ് കോൺ. ബേസിൽ നിന്ന് അറ്റ് എ ഹൈറ്റ് ഓഫ് h/4 ആണ് സോളിഡ് കോണിന്. അറ്റ് എ ഹൈറ്റ് ഓഫ് h/3 ആണ് ആർക്ക്? ഹോളോ കോൺ. In the case of hollow cone, it is h/3. So, കോണിന്റെ കേസ് ഒക്കെ ഇടക്കിടക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. Okay, at a height of h/3 from the base. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ചിലപ്പോൾ അപ്പക്സ് എന്നുള്ള ഡിസ്റ്റൻസ് ചോദിക്കാം. അപ്പക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ചോദിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് വാല്യൂസ്, ഈ വാല്യൂസ് ഓർത്തിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് സെന്റർ ഓഫ് മാസ്. ഇതാണ് സെന്റർ ഓഫ് മാസിന്റെ കേസ്. ഇനി അടുത്തത് motion of center of mass. Motion of center of mass. Center of mass ന്റെ velocity എന്ന് പറയുന്നത് ഇതൊക്കെ പഠിച്ചതായിരിക്കും. That is given by m1 v1 plus m2 v2 plus etc. divided by m1 plus m2 plus etc. Okay, so equal to sigma mi vi divided by സിഗ്മ എം ഐ. ഓക്കെ, ഇതിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഡിനോമിനേറ്റർ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താ കിട്ടുക? m1 plus m2 plus എക്സെട്ര ഇൻറ്റു വി സി ഒ എം എന്ന് കിട്ടും. ദാറ്റ് ഈസ് ടോട്ടൽ മാസ് അല്ലെ? ടോട്ടൽ മാസ് ഇൻറ്റു വി സി ഒ എം ഈക്വൽ ടു m1 v1 plus m2 v2 plus എക്സെട്ര അപ് ടു ചെയ്താൽ എന്താ കിട്ടുക? ഫസ്റ്റ് ബോഡിയുടെ മൊമെന്റം പ്ലസ് സെക്കൻഡ് ബോഡിയുടെ മൊമെന്റം പ്ലസ് തേർഡ് ബോഡിയുടെ മൊമെന്റം, ദാറ്റ് ഈസ് ഈക്വൽ ടു total momentum of the system. So mass of total mass into velocity of center of mass ചെയ്താൽ എന്ത് കിട്ടും? velocity of center of mass ചെയ്താൽ എന്ത് കിട്ടും? സിസ്റ്റത്തിന്റെ total momentum കിട്ടും. Okay, we get the total momentum of system. Similarly, acceleration of the system. Acceleration of the system. That is center of mass. That is given by m1 a1 plus m2 a2 plus etc. divided by m1 plus m2 plus etc. That is sigma mi ai divided by summation mi. So ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താ കിട്ടുക? m total അല്ലെ? ഡിനോമിനേറ്റർ ടോട്ടൽ ആണ്. So that will be m total into acom, that is given by m1 a1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വണ്ണിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ്, m2 a2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വണ്ണിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ്, m3 a3 എന്ന് പറഞ്ഞാൽ തേർഡ് വണ്ണിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ്, എല്ലാം കൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ദി നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സിസ്റ്റം. സോ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. ഓക്കെ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് വിൽ ബി ദി നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ സിസ്റ്റം. സോ ഇത്രയാണ് സെന്റർ ഓഫ് മാസിന്റെ കേസ്. അതിൽ നിന്ന് വല്ല ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ലെറ്റ്സ് ചെക്ക് if there was any question from this topic. Okay, so module 3 le first question nokka. Okay, first question, the distance of center of mass of a solid uniform cone from its vertex is z0. If the radius of its base is r and its height is h, then z0 is equal to, what is the value of z0? ഏത് ആൻസർ വരും? ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് ചോദിച്ചത്? എവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്? വെർട്ടെക്സ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ്, സോളിഡ് കോൺ ആണ് അല്ലെ? ഫ്രം വെർട്ടെക്സ് ആണ് ചോദിച്ചത്. ശ്രദ്ധിക്കണം, എവിടെ നിന്നാണ് ചോദിച്ചതെന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. സോ ദാറ്റ് ഈസ് z0. അപ്പെക്സ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. നമുക്കറിയാം ബേസ് എന്നുള്ള ഡിസ്റ്റൻസ് ഞാൻ സോളിഡ് കോൺ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു h/4 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഹൈറ്റ് h ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബാക്കിയുള്ള വെർട്ടെക്സ് എന്നുള്ള ഹൈറ്റ് എന്ത് വരും? 3h/4, h minus h/4. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആ റിസൾട്ട് അറിയാന്നുണ്ടെങ്കിൽ, കാരണം കോണിന്റെ കേസ് നമുക്ക് ഡിറൈവ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഈവൻ ക്രാഷ് കോഴ്സ് അല്ലെങ്കിൽ പോലും നമ്മളിപ്പോ സാധാരണ റിപ്പീറ്റേഴ്സ് ബാച്ച് പ്ലസ് ടു ബാച്ചിലൊക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ പോലും കോണിന്റെ കേസ് ഒക്കെ ഡിറൈവ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി
കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. കുറച്ച് ടഫ് ഇന്റഗ്രേഷൻ ആണ് അതിനകത്ത് വരുന്നത്. അപ്പൊ അതൊക്കെ ഓർത്തിരിക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല. സെമി സർക്കുലർ റിംഗ് ഡിസ്ക് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ കോണിന്റെ കേസ് ഡിറൈവ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ടു പാർട്ടിക്കിൾ സിസ്റ്റം with particles having masses m1 and m2. If the first particle is pushed towards the center of mass through a distance d, by what distance should the second particle is moved so as to keep the center of mass of the system at the same position? Same position തന്നെ center of mass നിർത്താൻ വേണ്ടി second mass എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യണമെന്നാണ് ചോദിച്ചത്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ m1r1 = m2 r2 വെച്ചും ഇത് ഇങ്ങോട്ട് d മൂവ് ചെയ്താലും മറ്റേത് എത്ര മൂവ് ചെയ്യണം എന്നുള്ള m1 d1 = m2 d2 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അതല്ലെങ്കിലും ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിലും നമുക്ക് ചെയ്യാം. സോ എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, സാധാ ഡെറിവേഷൻ വെച്ച് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. സോ വി ഹാവ് എ ടു പാർട്ടിക്കിൾ സിസ്റ്റം. സോ ഇവിടെ ഒരു m1 എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഇവിടെ ഒരു m2 എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെയാണ് സെന്റർ ഓഫ് മാസ് എന്ന് വിചാരിച്ചു. ഓക്കെ, സെന്റർ ഓഫ് മാസ് ഈസ് ഹിയർ. സോ തൽക്കാലം ഞാനിത് 0 0, ഈ സെന്റർ ഓഫ് മാസിലോട്ടുള്ള ഡിസ്റ്റൻസ് ഞാൻ x എന്ന് എടുക്കുകയാണ്. ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ അറിയില്ല, r എന്ന് എടുക്കുകയാണ് ഞാൻ. ഓക്കെ, സെപ്പറേഷൻ ഈസ് r. സെന്റർ ഓഫ് മാസ് ഇയാൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് എന്ത് ചെയ്തു, d എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മൂവ് ചെയ്യിച്ചു. d, അപ്പൊ ഇയാളുടെ പുതിയ കോർഡിനേറ്റ് എത്രയായിരിക്കും, d0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇയാളെ ഇങ്ങോട്ട് എത്ര കൊണ്ടുവരണം, ഇയാളെ ഇങ്ങോട്ട് എത്ര കൊണ്ടുവരണം, ഇയാളെ ഇങ്ങോട്ട് d1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മൂവ് ചെയ്യിച്ചു. അപ്പൊ ഇയാളുടെ പുതിയ കോർഡിനേറ്റ് എന്തായിരിക്കും, r1 - d എന്നാവും. മനസ്സിലായോ? ഇതാണ് ഒറിജിൻ ഉണ്ടെങ്കിൽ നമ്മുടെ x ആക്സിസ് ആണ്, ദിസ് ഇസ് അവർ x ആക്സിസ്, ദിസ് ഇസ് അവർ x ആക്സിസ്. ഇങ്ങനെയാണ് നമ്മുടെ x ആക്സിസ് ഉള്ളതെന്നുണ്ടെങ്കിൽ അയാളെ r0 ആയിരുന്നു ഇയാളുടെ ഇനീഷ്യൽ കോർഡിനേറ്റ്സ് അല്ലെ, ഇയാളുടെ ഇനീഷ്യൽ കോർഡിനേറ്റ് r0 ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് d1 കൊണ്ടുവന്നാൽ d2 കൊണ്ടുവന്നാൽ അയാളുടെ പുതിയ കോർഡിനേറ്റ് വരാൻ പോകുന്നത് r - d2 0. എന്തിനാണ്, സെന്റർ ഓഫ് മാസ് പഴയ പൊസിഷനിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ സെന്റർ ഓഫ് മാസ് XCOM, ഇനീഷ്യലി ഉണ്ടായിരുന്ന സെന്റർ ഓഫ് മാസ് എവിടെയാണ്, x എന്ന് പറയുന്ന പോയിന്റിലാണ്. അതിനെ ഇനീഷ്യലി എങ്ങനെ എഴുതാം, m1 ഇൻറ്റു അതിന്റെ x കോർഡിനേറ്റ് 0, m1 x1 പ്ലസ് m2 x2 പ്ലസ് m2 ഇൻറ്റു r ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. പുതിയ സിറ്റുവേഷനിലും സെന്റർ ഓഫ് മാസ് അവിടെ തന്നെ വരണം. അങ്ങനെയാണെങ്കിൽ m2 ഇങ്ങോട്ട് എത്ര ഷിഫ്റ്റ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. സോ അതിനെ എഴുതുമ്പോൾ എന്തെഴുതാം, m1 ഇൻറ്റു പുതിയ അതിന്റെ x കോർഡിനേറ്റ് d പ്ലസ് m2 ഇൻറ്റു r മൈനസ് d2 ബൈ m1 പ്ലസ് m2. സോ m1 പ്ലസ് m2 കട്ട് ചെയ്ത് കളയാം. സോ ഇതിനകത്ത് നിന്ന് കിട്ടാൻ പോകുന്നത് ഇത് ഇങ്ങോട്ട് വന്നാൽ m2 r-ഉം കട്ട് ചെയ്ത് കളയാം അല്ലെ, m2 r ഇവിടെ m2 r-ഉം കട്ട് ചെയ്ത് കളയാം. അപ്പൊ ഇപ്പുറത്ത് 0. സോ m1d ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, m2 d2 എന്ന് കിട്ടും. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ m2 d2 എന്ന് കിട്ടും. m2നെ കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ, m2നെ അതേപോലെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ എക്സ്പാൻഡ് ചെയ്തിട്ട് ഉള്ള സംഭവമാണ് പറഞ്ഞത്. m2നെ അതേപോലെ കട്ട് ചെയ്യാൻ പറ്റില്ല. എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, m2 r ക്യാൻസൽ ചെയ്ത് കളയാം. സോ m1d ഇസ് ഈക്വൽ ടു m2d. സോ d2 ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, d2 ഇസ് ഈക്വൽ ടു m1 ബൈ m2 d എന്ന് വരും. ഇത് ഏതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ m1 r1 ഇസ് ഈക്വൽ ടു m2 r2, ആ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾ ഇങ്ങോട്ട് r1 ഡിസ്റ്റൻസ് മൂവ് ചെയ്താലും മറ്റാളെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യണം, r2 ഡിസ്റ്റൻസ് മൂവ് ചെയ്യേണ്ടി വരും. ദാറ്റ് m1 അങ്ങനെ എഴുതുമ്പോഴും എന്ത് എഴുതാം, m1 r1 ഇസ് ഈക്വൽ ടു m2 r2 എന്ന് തന്നെ എഴുതാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ ഡയറക്റ്റ് ചെയ്താലും ആൻസർ കിട്ടും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. അതിന്റെ ഓപ്ഷൻ ഏതാ, സി വരും അല്ലെ, ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, a body A of mass m while falling vertically downwards under gravity breaks into two parts, a body of mass 1/3m and a body of mass 2/3m.
The center of mass of the bodies B and C taken together shifts compared to that of body A. Body A. Okay. So എന്താണ് സംഭവിക്കുക? Body A of mass, center of mass എന്താ സംഭവിക്കുക? What happens to the center of mass? Shift ചെയ്യോ? Center of mass will remain at the same place. കാരണം എന്താണ്? ഇവിടെ എക്സ്പ്ലോഡ് ചെയ്യുന്ന എന്ത് കാരണമാണ്? എക്സ്പ്ലോഷൻ നടക്കുന്നത് ഇന്റേണൽ ഫോഴ്സ് കാരണം. ഓക്കെ, ദി എക്സ്പ്ലോഷൻ ഈസ് ഡ്യൂ ടു ദി ഇന്റേണൽ ഫോഴ്സ്. അപ്പൊ ഇന്റേണൽ ഫോഴ്സ് കാരണം എന്തുണ്ടാവില്ല? There is no acceleration for the center of mass of the system. കാരണം ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ M1 ഉണ്ട്, അയാൾക്ക് ഇന്റേണൽ ഫോഴ്സ് കാരണം കിട്ടുന്ന ആക്സലറേഷൻ A1, M2 രണ്ടാമത്തെ ആൾക്ക് കിട്ടുന്ന M2 A2 എന്ന് വിചാരിച്ചു. പക്ഷെ ഈ ഫോഴ്സസ് ഈ M1 A1 എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റേണൽ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതായത് M1 A1 എന്ന് പറഞ്ഞാൽ ഈ M1 കിട്ടുന്ന ആക്സലറേഷൻ അതിന് ഫോഴ്സ് ആരാ കൊടുക്കുന്നത്? M2 ആണ് കൊടുക്കുന്നത്. ആ ഫോഴ്സ് ആണ് M1 A1 വരിക. ഈ സെയിം ഫോഴ്സ് ആർക്കും കൊടുക്കും? M2 A2 M1 A1 എന്ന് പറയുന്ന ഫോഴ്സ് ആണ് M2 M1 കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ സെയിം ഫോഴ്സ് തന്നെ മറ്റാർക്കും കൊടുക്കും. മനസ്സിലായി? ഇങ്ങോട്ട് കൊടുത്ത ഫോഴ്സ് F1 ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കും F1. ഈ ഫോഴ്സിന്റെ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സോ മാസ് ഓഫ് സെന്റർ ഓഫ് മാസ് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ആണ് അല്ലേ? സോ എന്തില്ല, ഡ്യൂ ടു ദി ഇന്റേണൽ ഫോഴ്സസ്, അങ്ങനെ ആലോചിച്ച് വെക്കുക, ഡ്യൂ ടു ദി ഇന്റേണൽ ഫോഴ്സസ് എന്ത് ചെയ്യും? ഒരു സിസ്റ്റം മൊത്തത്തിൽ എടുക്കുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകും. ഇന്റേണൽ ഫോഴ്സസ് ക്യാൻസൽ each other. ഓക്കെ, ഫോർ എ സിസ്റ്റം, കംപ്ലീറ്റ് സിസ്റ്റം. കാരണം എന്താ? ഇപ്പോ എർത്ത് പ്ലസ് ഒരു ബോഡി എടുക്കുകയാണ്, എർത്ത് പ്ലസ് ഒരു ബോഡി ഒരു സിസ്റ്റം ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എർത്തിൽ ബോഡി അല്ലെങ്കിൽ ബോഡിയിൽ എർത്ത് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തിരിച്ച് ആരും കൊടുക്കുന്നുണ്ട്? ബോഡി എർത്തിനും കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ എല്ലാ ഫോഴ്സസും പെയേഴ്സ് ആയിട്ടാണ് ഉണ്ടാവുക. ഇന്റേണൽ ഫോഴ്സസ് ദേ ക്യാൻസൽ each other. അത് ക്യാൻസൽ ചെയ്ത് പോകും. സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ക്യാൻസൽ ചെയ്ത് പോകും. So net force is 0 ആയിരിക്കും. There won't be any acceleration for the center of mass. Okay. So due to the internal forces, there is no deviation in the path of center of mass. Center of mass in the path law, position law, internal force കാരണം എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ ഒരു ബോംബ് എക്സ്പ്ലോഡ് ചെയ്താൽ സെന്റർ ഓഫ് മാസിന്റെ പാത്തിൽ എന്തുണ്ടാവില്ല? ഡീവിയേഷൻ ഉണ്ടാവില്ല. ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുന്ന എന്ത് കാരണം? ഇന്റേണൽ പ്രഷർ കാരണമാണ് അല്ലെ? ഉള്ളിലുള്ള പ്രഷർ കാരണമാണ് ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുന്നത്. So due to the internal forces, there is no change in the position or velocity or acceleration of the center of mass. So അതിനകത്ത് എന്താണ് ആൻസർ വരേണ്ടത്? അപ്പോൾ does not shift. Okay, does not shift എന്നാണ് ആൻസർ. ഓപ്ഷൻ A will be the answer. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അത് ഇതിൽ നിന്നുള്ളതല്ല, നമുക്ക് പിന്നെ ഉള്ളത് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. So let's move on to moment of inertia topic. അടുത്ത ടോപ്പിക് moment of inertia. സോ അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് 3-4 ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക് ഒന്നും ചെയ്തിട്ടുള്ളൂ കേട്ടോ, സെന്റർ ഓഫ് മാസ് ആണെങ്കിലും. ഓക്കെ, നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. അടുത്തത് മൊമെന്റ് ഓഫ് ഇനർഷ്യ. So what is moment of inertia? It is the rotational analog of mass. റൊട്ടേഷനില് മാസിന് പകരം, അതായത് ട്രാൻസ്ലേഷണൽ മോഷനില് മാസിന് പകരം മാസ് ഉപയോഗിക്കും. അതിന് പകരം റൊട്ടേഷനിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ I ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ അപ്പോ ട്രാൻസ്ലേഷണൽ മോഷനിൽ മാസിന് പകരം ഇവിടെ നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ യൂസ് ചെയ്യണം. ട്രാൻസ്ലേഷണൽ മോഷനിലെ വെലോസിറ്റി പകരം ഇവിടെ നമ്മൾ ആംഗുലാർ വെലോസിറ്റി യൂസ് ചെയ്യണം. ആക്സിലറേഷന് പകരം ഇവിടെ ആംഗുലാർ ആക്സിലറേഷൻ യൂസ് ചെയ്യണം, ആൽഫ യൂസ് ചെയ്യണം. അതേപോലെ ഡിസ്റ്റൻസ് കവേർഡിന് പകരം ഇവിടെ ആംഗിൾ ടേൺഡ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, പറഞ്ഞു മനസ്സിലായോ?
സോ ഇങ്ങനെ ഓരോന്നും ഓക്കെ ഇവിടെ മൊമെന്റം എന്താണ് mv ആണ്. അപ്പൊ ആംഗുലാർ മൊമെന്റം എന്താണ് i ഒമേഗ ആണ്. ഫോഴ്സിന് പകരം എന്ത് യൂസ് ചെയ്യേണ്ടി വരും? ടോർക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ ഫോഴ്സ് എന്താണ്? ma ആണ്. ആംഗുലാർ മൊമെന്റം അല്ല, ടോർക്ക് എന്താണ്? i ആൽഫ ആണ്. ടോർക്ക് എന്താണ്? i ആൽഫ ആണ്. റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ മാസിന് പകരം യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയും. ഇറ്റ് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്. റൊട്ടേഷനിൽ മാസ് വരുന്നിടത്തെല്ലാം എന്ത് ചെയ്യാം? അല്ല, ട്രാൻസ്ലേഷനിൽ മാസിന്റെ ഇക്വലന്റ് ആണ് ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക? ഓക്കെ, സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് പോയിന്റ് ഒബ്ജക്ട്സ്. പോയിന്റ് ഒബ്ജക്ട്സ് റൊട്ടേഷണൽ ക്വാണ്ടിറ്റീസ് എല്ലാം നമ്മൾ ഒരു ആക്സിസ് വെച്ചാണ് ഡിഫൈൻ ചെയ്യുക അല്ലെ. റൊട്ടേഷൻ എല്ലാ കേസിലും there will be an axis about which the system is rotating. സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ആക്സിസ് ഉണ്ടാവും. ആ ആക്സിസ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ക്വാണ്ടിറ്റീസും ഡിഫൈൻ ചെയ്യുന്ന റൊട്ടേഷൻ. ട്രാൻസ്ലേഷനിൽ അതിന്റെ ആവശ്യമില്ല. ആക്സിസ് ഒന്നും നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യാറില്ല. ഓക്കെ, സോ റൊട്ടേഷന്റെ കേസിൽ ഏത് ക്വാണ്ടിറ്റി ആണെങ്കിലും വി ഹാവ് ടു ഡിഫൈൻ വിത്ത് റെസ്പെക്ട് ടു എ പോയിന്റ് ഓർ ആൻ ആക്സിസ്. ഒരു ആക്സിസോ പോയിന്റോ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. സോ അങ്ങനെ ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ കേസിൽ സപ്പോസ് ദിസ് ഈസ് അവർ ആക്സിസ്, ദിസ് ഈസ് അവർ പോയിന്റ് ഒബ്ജക്ട് മാസ് m. അത് ആക്സിസ് എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് r ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇസ് ഡിഫൈൻഡ് ആസ് mr². പോയിന്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ മാത്രമാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ mr². ഓക്കെ, mr². സപ്പോസ് there are many point objects. ഇത് m1, ഇത് അതിലോട്ടുള്ള ഡിസ്റ്റൻസ് r1, ഇത് m2, അതിലോട്ടുള്ള ഡിസ്റ്റൻസ് r2, ഇത് m3, അതിലോട്ടുള്ള ഡിസ്റ്റൻസ് r3. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇസ് ഗിവൺ ബൈ m1r1² പ്ലസ് m2r2² പ്ലസ് m3r3². എല്ലാം കൂടി ആഡ് ചെയ്യണം. ഓർ i is given by sigma summation mi/ri². എല്ലാം കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. സിഗ്മ mi/ri². എല്ലാ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എ ഗിവൺ ആക്സിസ് ഫോർ പോയിന്റ് ഒബ്ജക്ട്സ്. പോയിന്റ് ഒബ്ജക്ട്സിന്റെ കേസിൽ. ഇനി അടുത്തത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ കണ്ടിന്യൂസ് ബോഡി അല്ലെങ്കിൽ റിജിഡ് ബോഡി. റിജിഡ് ബോഡിയുടെ കേസ്. So this is the axis. So we have a rigid body like this. എന്തെങ്കിലും ഷേപ്പുള്ള ഒരു റിജിഡ് ബോഡി. ഇത് നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര പോയിന്റ് ഒബ്ജക്ട്സ് എടുക്കേണ്ടി വരും? ഇവിടെ ഒരു പോയിന്റ്, 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 എല്ലായിടത്തും ഒരുപാട് ഇൻഫൈനൈറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ട്. സോ ഓരോന്നിലോട്ടുള്ള അതിന്റെ സ്മോൾ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ്, സ്മോൾ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ, സ്മോൾ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ എല്ലാം കൂടി ആഡ് ചെയ്യണം അല്ലെ. അപ്പുറത്തെ സൈഡിലും എല്ലാ സൈഡിലും ഉണ്ട്. So that is very difficult. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ഹാവ് ടു ഇന്റഗ്രേറ്റ്. സ്മോൾ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയറിന് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ദാറ്റ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇസ് ഗിവൺ ബൈ i is equal to integral r² dm. ഇതാണ് കണ്ടിന്യൂസ് ബോഡിയുടെ കേസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇന്റഗ്രൽ r² dm. r എന്താണ്? ഒരു സ്മോൾ സെഗ്മെന്റ് എടുക്കുക, അതിന്റെ മാസ് dm ആണ്, അതിലോട്ടുള്ള ഡിസ്റ്റൻസ് r ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇന്റഗ്രൽ r² dm. ഇതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓക്കെ ഓഫ് എ കണ്ടിന്യൂസ് ബോഡി. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യയിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് തിയറംസ് ആണ് പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പാരലൽ ആക്സിസ് തിയറം states that suppose we have to find the moment of inertia about an axis. So a എന്ന് പറയുന്ന ഒരു ആക്സിസ് അല്ലെങ്കിൽ a എന്ന് പറയുന്ന ഒരു ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ we have to find an axis passing through the center of mass. We have to find an axis passing through the center of mass and which is parallel to the given axis. Which is parallel to the given axis. അതായത് ഇപ്പോ ഞാൻ ഒരു ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു റോഡ്, എന്റെ ഫിംഗർ ഒരു റോഡാണെന്ന് വിചാരിച്ചു. ഈ റോഡിന്റെ ഈ പോയിന്റ് വെച്ചുള്ള ഇങ്ങനെയുള്ള ഒരു ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. I have to find the moment of inertia about this end point. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് ആക്സിസ് ചൂസ് ചെയ്യണം? ഇതിന് പാരലൽ ആയിട്ട് സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ്, ഇങ്ങനെയുള്ള ആക്സിസ് ചൂസ് ചെയ്യണം. മനസ്സിലായോ?
സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ചൂസ് ചെയ്യാം. അങ്ങനെയാണ് പറഞ്ഞത്. അല്ലാതെ സെന്റർ ഓഫ് മാസിലൂടെ ഒരുപാട് ആക്സിസ് പാസ് ചെയ്യും. ഇത് സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ആക്സിസ് ഇത് നോക്കി, ഇങ്ങനെയുള്ള ആക്സിസ് സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്നില്ലേ? ഒരുപാട് ആക്സിസുകൾ ഉണ്ട്. സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ഇൻഫൈനൈറ്റ്ലി മെനി ആക്സിസുകൾ ഉണ്ടാവും. അതിനകത്ത് നിന്ന് ഏത് ചൂസ് ചെയ്യണം? യു ഹാവ് ടു ചൂസ് ദി ആക്സിസ് വിച്ച് ഈസ് പാരലൽ ടു ദി ഗിവൺ ആക്സിസ്. അങ്ങനത്തെ ഒരൊറ്റ ആക്സിസ് മാത്രമേ ഉണ്ടാവും. ഓക്കെ, then the moment of inertia about the given axis അല്ലെങ്കിൽ ആവശ്യമുള്ള ആക്സിസ് can be written as ICM plus m into d square. അതായത് സെന്റർ ഓഫ് മാസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്ലസ് മാസ് ഓഫ് ദി ഒബ്ജക്ട് ഇൻറ്റു mass of the object into that parallel distance അല്ലെങ്കിൽ perpendicular distance between the axis. അതിന്റെ സ്ക്വയർ m into d square. ഇതാണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. It can be applied to any system. Can be applied to any body or system. Any body or any system. ഏതിനും എന്ത് ചെയ്യാം? Parallel axis theorem ഏതിനും അപ്ലൈ ചെയ്യാം. We can apply parallel axis theorem for any object. Okay, is it clear? ഇനി അടുത്തത് perpendicular axis theorem. Perpendicular axis theorem എന്തിനു മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ? Applied only for planar objects. അല്ലെങ്കിൽ ലാമിന അല്ലെങ്കിൽ 2D object. 2D object അതായത് ഒരു ഷീറ്റ്, ഒരു റെക്ടാങ്കുലർ ഷീറ്റ്, ഒരു ഡിസ്ക്, തിക്നെസ് ഇല്ലാത്ത അങ്ങനത്തെ സംഭവങ്ങൾക്ക് മാത്രം എന്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ? മൊമെന്റ് ഓഫ് എന്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സ്ക്വയർ, ഡിസ്ക്, അതേപോലെ റിങ് ഒക്കെ ഒരു 2D ഒബ്ജക്റ്റ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇതിനൊക്കെ മാത്രം എന്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത്, എനിക്കൊരു ഇവിടെ ഒരു 2D ഒബ്ജക്റ്റ് ഉണ്ട്. ഐ എം ചൂസിങ് 2 ആക്സസ് which are perpendicular and lying on the plane of the object. X ഉം Y എന്താണ്? രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് ആണ്. സോ ഇത് ഞാനൊരു ബുക്ക് എടുത്തു, ഒരു പ്ലെയിൻ ആണെന്ന് വിചാരിച്ചു. ഇതിന്റെ പ്ലെയിനിൽ ലൈ ചെയ്യുന്ന രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ് ആര്? X ഉം Y ഉം. ഓക്കെ, X ഉം Y. And I am choosing a third axis. Which is perpendicular to, which is passing through the intersection of those two axes and perpendicular to the plane. Plane perpendicular ആയിട്ട് അതിന്റെ ആ രണ്ട് ആക്സിസിന്റെ ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ്, അതാണ് Z ആക്സിസ്. ഇത് X ഉം Y ഉം ഈ ബുക്കിന്റെ പ്ലെയിനിൽ Z ആക്സിസ് എക്സിന്റെയും വൈന്റെയും ഇന്റർസെക്ഷനിലൂടെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ പ്ലെയിൻ, അപ്പൊ ഇവിടെ എന്താണ്? X and Y perpendicular axis lying on the plane. Perpendicular axis lying on the plane. അതാണ് X ഉം Y. Z എന്താണ്? Perpendicular axis perpendicular to the plane. Plane perpendicular ആണ്, മറ്റേ പ്ലെയിനിൽ ലൈ ചെയ്യുന്ന ആക്സസ് ആണ്. And passing through intersection of X and Y axis. Passing through the intersection of X and Y axis. അങ്ങനത്തെ ഒരു ആക്സിസ്. പ്ലെയിനിൽ രണ്ട് ലൈ ചെയ്യുന്ന രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അവരുടെ ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് Z ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് പെർപെൻഡിക്കുലർ ആക്സിസ്, അതായത് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ IZ is equal to IX plus IY. പ്ലെയിനിൽ ലൈ ചെയ്യുന്നതിന്റെ രണ്ടിന്റെയും കൂടി സം ആയിട്ട് പറയാൻ പറ്റും. IX plus IY എന്ന് പറയാൻ പറ്റും. ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ദിസ് ഈസ് അവർ പെർപെൻഡിക്കുലർ ആക്സിസ്. ഓക്കെ, സോ നമുക്ക് ഇത്രയാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യയിലെ ഇമ്പോർട്ടന്റ് തിയറംസ്. ഞാൻ പോയിന്റ് ഒബ്ജക്ട്സ് ആണെങ്കിൽ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. റിജിഡ് ബോഡി ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് പലതും നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ബാക്കിയുള്ള ആക്സിസ് ഉള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? പാരലൽ ആക്സിസ് തിയറോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറോ അപ്ലൈ ചെയ്താൽ മതിയാവും. ഓക്കെ,
സോ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് സം ഇമ്പോർട്ടന്റ് ഒബ്ജക്ട്സ് ഓഫ് സം ഒബ്ജക്ട്സ്. സോ അതിനകത്ത് ഫസ്റ്റ് വൺ റിങ്ങിന്റെ കേസ്. ഓക്കെ, സോ റിങ്ങിന്റെ ഇതാണ് എന്റെ റിങ്. What is this axis? This axis is perpendicular to the plane of the ring. റിങ്ങിന്റെ സെന്ററിലൂടെ റിങ്ങിന്റെ ആക്സിസ് perpendicular to the plane of the ring. ഇങ്ങനെയുള്ള ആക്സിസ്. So that moment of inertia is given by mr square. Okay, ഇത് റിംഗ് ആണ്. അതിന്റെ പ്ലെയിനിൽ ലൈ ചെയ്യുന്ന എന്നുവെച്ചാൽ about its diameter അല്ലെ, ഡയമീറ്റർ ആയിട്ട് വരുന്ന ആക്സിസ്. അതെന്താ വരിക? This is mr square by 2. കാരണം എന്താ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലെയിനിൽ ലൈ ചെയ്യുന്ന ഇങ്ങനെയുള്ള ഒരു ആക്സിസും കൂടി ഞാൻ എടുത്തു. സോ റിംഗ് ആയതുകൊണ്ട് എന്താണ്, എല്ലാ ഡയമീറ്ററും ഒരേപോലെയാണ് അല്ലെ, ഏത് ഡയമീറ്ററും ഒരേപോലെയാണ്. സോ ഇത് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ആണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയും ഐ തന്നെയായിരിക്കും. കാരണം മാസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏത് ഡയമീറ്റർ വെച്ചും ഒരേപോലെ തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്, ഞാൻ പറഞ്ഞ പോലെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം. പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ വരച്ചിട്ടുള്ള ഈ ആക്സിസ് ഇത് വെച്ചുള്ള mr സ്ക്വയർ ആണ്. അതിനെന്ത് എഴുതാം, ഇതിന്റെയും സമ്മായിട്ട് എഴുതാം, i പ്ലസ് ഐ എന്ന് എഴുതാം. സോ i is equal to mr square by 2. ഇനി ഡിസ്ക് ഈ സെയിം സിറ്റുവേഷനിൽ എന്തായിരിക്കും, mr square by 2. about diameter it will be mr square by 4. ഓക്കെ, mr square by 4 ആണ് ഡിസ്കിന്റെ കേസിൽ. ഹോളോസ്ഫിയർ ഇതൊക്കെ അറിയണം കേട്ടോ. ഹോളോസ്ഫിയർ ആകുമ്പോൾ പ്ലെയിൻ അല്ല, 3D ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അതിനാകെ ഡയമീറ്റർ മാത്രമേ ഉള്ളൂ അല്ലെ. ഡയമീറ്റർ സെൻട്രലിലൂടെ പാസ് ചെയ്യുന്ന എല്ലാ ആക്സിസും അതിന്റെ ഡയമീറ്റർ ആയിരിക്കും. ഡിസ്ക് ആണെങ്കിൽ സെൻട്രലിലൂടെ പാസ് ചെയ്യുന്ന എല്ലാ ആക്സിസും ഡയമീറ്റർ ആണോ? അല്ല, അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടും വരാം. സോ ഹോളോസ്ഫിയർ ആകുമ്പോൾ ദാറ്റ് ഈസ് 2/3 mr സ്ക്വയർ ആണ്. മറ്റേ സെൻട്രലിലൂടെ പാസ് ചെയ്യുന്ന എല്ലാം സ്ഫിയറിന്റെ ഡയമീറ്റർ ആണ്. സോളിഡ് സ്ഫിയർ ആണെങ്കിലോ 2/5 mr സ്ക്വയർ ആണ്. സോളിഡ് സ്ഫിയർ ആണെങ്കിൽ 2/5 mr സ്ക്വയർ ആണ്. അതേപോലെ റോഡ് ഒരു റോഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന വെച്ചുള്ള പെർപെൻഡിക്കുലർ ടു ദി റോഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ml സ്ക്വയർ ബൈ 12. അതിന്റെ ലെങ്ത് എല്ലാം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ml സ്ക്വയർ ബൈ 12 റോഡിൻ്റെത്. ഓക്കെ, പിന്നെ ഉള്ളത് ഹോളോ സിലിണ്ടർ. അതിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് വെച്ച് മൊമെന്റ്, ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നെയായിരിക്കും mr സ്ക്വയർ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഹോളോ സിലിണ്ടറിന്റെ mr സ്ക്വയർ? ഈ ഹോളോ സിലിണ്ടർ നമുക്ക് എങ്ങനെ കിട്ടുക? ഒരുപാട് റിങ്ങുകൾ അട്ടിക്കട്ടിക്ക് വെച്ച് നമുക്ക് ഹോളോ സിലിണ്ടർ കിട്ടില്ലേ? ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ഓരോ റിങ് വെച്ചാൽ നമുക്ക് ഹോളോ സിലിണ്ടർ കിട്ടും. അപ്പോൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നെയാണ് വരിക. അതേപോലെ അപ്പൊ സോളിഡ് സിലിണ്ടറിന്റെ എന്തായിരിക്കും എന്ന് പറഞ്ഞത്? സോളിഡ് സിലിണ്ടർ എന്തിന്റെ പോലെ തന്നെ, എന്ത് അട്ടിക്കട്ടിക്ക് വെച്ചാലാണ് ഒരു സോളിഡ് സിലിണ്ടർ കിട്ടുക? ഡിസ്ക് അല്ലെ, ഒന്നിന്റെ മുകളിൽ ഒരു ഡിസ്കിന്റെ മുകളിൽ അങ്ങനെ ഓരോ ഡിസ്ക് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒരുപാട് ഡിസ്ക് അട്ടിക്കട്ടിക്ക് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സോളിഡ് സിലിണ്ടർ കിട്ടും. അതിന്റെ അപ്പൊ ഡിസ്കിന്റെ തന്നെയാണ് mr സ്ക്വയർ ബൈ 2 ആണ്. mr സ്ക്വയർ ബൈ 2 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഒരു റെക്ടാങ്കുലർ ലാമിന. സോ റെക്ടാങ്കുലർ ലാമിന എന്ന് പറയുമ്പോൾ അതിന് ഒരു 3 ആക്സിസ് ആണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. സോ ഇത് L, ഇത് ബ്രെഡ്ത്ത് B. ഞാൻ 3 ആക്സിസ് പറയുന്നുണ്ട്. ഒരു ആക്സിസ്, വൺ ആക്സിസ് ഈസ് ലൈക്ക് ദിസ്. അത് അതിന്റെ പ്ലെയിനിൽ
ബ്രെഡ്ത്തിനെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അടുത്ത ആക്സിസ് ലെങ്തിനെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ ആക്സിസ് അതിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് z ആക്സിസ് അതിന്റെ സെൻട്രലിലൂടെ പാസ് ചെയ്യുന്ന 3 ആക്സിസ്. ഓക്കെ, സോ ഇതിന്റെ കൺസെപ്റ്റ് ഇത് എങ്ങനെ ഡിറൈവ് ചെയ്യാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. എനിക്ക് ബ്രെഡ്ത്ത് വെച്ചുള്ള അല്ലെങ്കിൽ ഗ്രീന് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഗ്രീന് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇത് എ അല്ലെങ്കിൽ വേണ്ട എ വേണ്ടല്ലോ, എക്സ്, ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്. എനിക്ക് എക്സ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം, എക്സ് ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. എക്സ് ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ ഇങ്ങനെ ആലോചിച്ചാൽ മതി. എങ്ങനെ ആലോചിക്കുക, ഇങ്ങനെ ഒരുപാട് റോഡ്സ് അട്ടിക്കട്ടിക്ക് വെച്ചാലല്ലേ എക്സ് ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടുക അല്ലെ? ഒരുപാട് റോഡ്സ് ഇങ്ങനെ സൈഡിലോട്ട് അട്ടിക്കട്ടിക്ക് വെച്ചാൽ, സൈഡിലോട്ട് ഇങ്ങനെ വരിക്ക് വെച്ചാൽ എന്ത് കിട്ടും? എക്സ് ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും. അങ്ങനെയുള്ള ഒരു റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തായിരിക്കും? What will be the moment of inertia of such road? റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ മുമ്പ് പറഞ്ഞു. അങ്ങനെയുള്ള ആ റോഡിന്റെ ലെങ്ത് എന്തായിരിക്കും? ബി ആയിരിക്കില്ലേ? ബ്രെഡ്ത്ത് അല്ലേ ആർ. അങ്ങനെ ഇങ്ങനെ ബി ബ്രെഡ്ത്ത് ഉള്ള എന്ത് ചെയ്യുക, ഒരുപാട് റോഡ്സ് എന്ത് ചെയ്യുക, ഇങ്ങനെ സൈഡിലോട്ട് അട്ടിക്കട്ടിക്ക് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. മനസ്സിലായി? സോ ഐ എക്സ് ഇസ് ഈക്വൽ ടു എം ബി സ്ക്വയർ ബൈ 12 വരും. അതായത് ഒരു 1D ഒബ്ജക്റ്റിന് 2Dയിലോട്ട് അലോങ് ദി സെയിം ആക്സിസ് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് സെയിം മൊമെന്റ് ഓഫ് ഇനർഷ്യനെ കിട്ടുക. അതേപോലെ 2D ഒബ്ജക്റ്റിനെ 3Dയിലോട്ട് അലോങ് ദി സെയിം ആക്സിസ് സെന്റർ ഓഫ് മാസിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആ ആക്സിസ് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്താൽ സെയിം തന്നെയാണ് കിട്ടുക. മനസ്സിലായോ? 1Dന്ന് 2Dയിലോട്ടും. പക്ഷെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കണം. ആ അലോങ് ദാറ്റ് ആക്സിസ് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ഈ റോഡിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന എങ്ങനെയാണ്? അലോങ് ദി ആക്സിസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലെ? അലോങ് ദാറ്റ് എക്സ് ആക്സിസ് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ കിട്ടുന്നത് എം ബി സ്ക്വയർ ബൈ 12 തന്നെ ആയിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ വൈ എന്തായിരിക്കും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ റോഡ്സ് എന്ത് ചെയ്യുക, ഇങ്ങനെ താഴേക്ക് അട്ടിക്കട്ടിക്ക് വെച്ച എക്സ്റ്റെൻഡ് ചെയ്താൽ എന്താ കിട്ടുക? അപ്പൊ ഐ വൈ എം എൽ സ്ക്വയർ ബൈ 12 എന്ന് വരും. മനസ്സിലായോ? സോ ഐ എക്സ് ഇസ് ഈക്വൽ ടു എം ബി സ്ക്വയർ ബൈ 12, ഐ വൈ ഇസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ബൈ 12 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഐ സെഡ് എന്തായിരിക്കും? ഐ സെഡ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആക്സിസ് തിയർ അപ്ലൈ ചെയ്താൽ പോരെ? പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് അതിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് അല്ലേ? ദാറ്റ് ഈസ് ഐ എക്സ് പ്ലസ് ഐ വൈ, ദാറ്റ് ഈസ് എം ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ 12. എം ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ 12. ഇതൊരു സ്ക്വയർ ആയിരുന്നെങ്കിൽ ഐ സെഡ് എന്ത് വന്നേനെ? എ ഈക്വൽ ടു ബി വന്നേനെ. എ സ്ക്വയർ പ്ലസ് അല്ല, എൽ സ്ക്വയർ പ്ലസ് എം ഇൻറ്റു എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ 12. ഇതൊരു സ്ക്വയർ ആയിരുന്നെങ്കിൽ, ഇഫ് ഇറ്റ് വാസ് എ സ്ക്വയർ, എൽ ഈസ് ഈക്വൽ ടു ബി ആയിരിക്കും, എം എൽ സ്ക്വയർ ബൈ 6 എന്ന് വരും. ഓക്കെ, എൽ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ബൈ 12, എൽ സ്ക്വയർ ബൈ 12, എൽ സ്ക്വയർ ബൈ 6. സോ ദാറ്റ് ഈസ് അബൌട്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ കൺസെപ്റ്റ്സ്. ഇനി ഇതിനകത്ത് വരുന്ന വേറൊരു ഏരിയ ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? റേഡിയസ് ഓഫ് ഗൈറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം, എം ആർ സ്ക്വയർ ബൈ 2 ആണ് അതിന്റെ സെന്റർ വെച്ചിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഇങ്ങനെയുള്ള ആക്സിസ് വെച്ചിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. റേഡിയസ് ഓഫ് ഗൈറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡിസ്ക് ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ, ഇഫ് ദിസ് ഡിസ്ക് വാസ് എ പോയിന്റ് ഒബ്ജക്റ്റ്, what should be its distance so that this point object will have the same moment of inertia? This point object will have the same moment of inertia. Okay, so our point object in the moment of inertia mk square has to be equal to ഈ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ mr square by 2. ആ ഡിസ്റ്റൻസ് k നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ. മനസ്സിലായോ? റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ k is given by root of I by m. K square is given by I by m. Okay, K square is I by m. K square is I by m. So K square എന്താണെന്ന് ചോദിച്ചാൽ
ഒരുപാട് സ്ഥലത്ത് നമുക്ക് കെ സ്ക്വയർ കണ്ടുപിടിക്കാനുണ്ടാവും. റോളിങ്ങിന്റെ കേസിൽ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്നൊക്കെ പറയുന്ന ടേം വരും. മൊമെന്റ് ഓഫ് ഇനേർഷ്യന്ന് എം ഒഴിവാക്കിയാൽ ഉണ്ടാവുന്ന സംഭവമാണ് എന്ത് എന്ന് പറയുന്നത്. എം ഒഴിവാക്കിയാൽ കിട്ടുന്ന സംഭവമാണ് കെ സ്ക്വയർ. അപ്പൊ റിംഗ് ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ കെ സ്ക്വയർ എത്രയായിരിക്കും? ആർ സ്ക്വയർ ബൈ 2 ആയിരിക്കും. മനസ്സിലായോ? ഡിസ്ക് ആണെങ്കിൽ കെ സ്ക്വയർ ആർ സ്ക്വയർ ബൈ 2 ആയിരിക്കും. റിംഗ് ആണെങ്കിൽ ആർ സ്ക്വയർ തന്നെ ആയിരിക്കും. സോളിഡ് സ്ഫിയർ ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ 2/5 mr സ്ക്വയർ ആണ്. സോ കെ സ്ക്വയർ വിൽ ബി 2/5 r സ്ക്വയർ. 2/5 r സ്ക്വയർ. ഓക്കെ, സോ അതാണ് റേഡിയസ് ഓഫ് ഗൈറേഷന്റെ കൺസെപ്റ്റ്. അപ്പൊ ഇതിനകത്ത് കെ എന്ന് പറയുന്നത് ഇതിനകത്ത് വരെ r/√2 ആണ്. സോ r/√2 ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ m × r/√2 ദി ഹോൾ സ്ക്വയർ mr സ്ക്വയർ ബൈ 2. അതെന്ത് തന്നെയായിരിക്കും? ആ ഡിസ്കിന്റെ സെയിം തന്നെയായിരിക്കും. സോ ഡിസ്കിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ r/√2 ആണെന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് അബൌട്ട് റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ ഇത്രയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ഏരിയ. ഓക്കെ, സോ ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു മിനിറ്റ് ചെയ്ത് നോക്കിയേ. സോ അതിൽ ഇനിയിപ്പോ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനർഷ്യയിലെ ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കി. 4 point masses, each of value m, are placed at the corners of a square of side L. The moment of inertia of the system about an axis passing through A and parallel to BD is passing through A and parallel to BD. BD ക്ക് parallel ആയിട്ട് passing through A ആയിട്ടുള്ള so 4 point mass. So figure ഒന്ന് വരച്ച് നോക്കിയേ. So figure വരച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. So we have 4 point masses on the side of a square. A, B, C and D. So എല്ലാത്തിന്റെയും mass same ആണ്, m തന്നെയാണ്. So we are asked to find out the moment of inertia about an axis passing through A and parallel to BD. About an axis passing through A and parallel to BD. അപ്പൊ ഇങ്ങനെയായിരിക്കും ആ ആക്സിസ് ഉണ്ടാവും. എ എന്ന് പറയുന്ന ആക്സിസ് ഇങ്ങനെയാണ് ഉണ്ടാവും. അത് മനസ്സിലായോ? എ ഡാഷ് അല്ലെങ്കിൽ സ്മോൾ എ ഡാഷ്. ഈ ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ എല്ലാം പോയിന്റ് ഒബ്ജക്ട്സ് ആണ്. എവറിത്തിങ് ഈസ് പോയിന്റ് ഒബ്ജക്ട്സ്. എല്ലാം പോയിന്റ് ഒബ്ജക്ട്സ് ആയതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഒന്നുകിൽ സെന്റർ ഓഫ് മാസ് വെച്ച് ചെയ്യാം, അതല്ലെങ്കിൽ പോയിന്റ് ഒബ്ജക്ട്സ് ആയതുകൊണ്ട് മാസ് ഇൻറ്റു ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് സ്ക്വയർ ചെയ്താലും മതി. എല്ലാം കൂടി ആഡ് ചെയ്യാം. നമുക്കിവിടെ 4 ഒബ്ജക്ട്സ് ഉണ്ട്, എം, എം, എം ആൻഡ് എം. ഓക്കെ, അപ്പോ എ ഡാഷ് വെച്ചിട്ടുള്ള എല്ലാ മാസിന്റെയും കൂടി m1r1 സ്ക്വയർ പ്ലസ് m2r2 സ്ക്വയർ പ്ലസ് m3r3 സ്ക്വയർ പ്ലസ് m4r4 സ്ക്വയർ എല്ലാം കൂടി ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് വൺ വേ. അതാണല്ലോ പോയിന്റ് ഒബ്ജക്ട്സ് ആകുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഞാൻ പറഞ്ഞത്. എന്ത് ചെയ്താൽ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ചെയ്താൽ മതി. അതല്ലെങ്കിൽ സെന്റർ ഓഫ് മാസിലൂടെ ഉള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് ഓൾസോ വി ക്യാൻ ഡു ഇറ്റ് ഇൻ 2 ways. ഞാൻ ആദ്യത്തെ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ ഐ എ ഡാഷ് എന്ന് പറയുമ്പോൾ that is sigma mi ri square, where ri is the perpendicular distance. Sigma mi ri square, where ri is the perpendicular distance. Okay, so ഓരോ മാസിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും കണ്ടുപിടിക്കേണ്ടി വരും. ഇത് സ്ക്വയർ ആയതുകൊണ്ട് this will be the perpendicular distance to this. So C ലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാ? √2a. സൈഡ് ലെങ്ത് എത്രയാ പറഞ്ഞ? L. So C ലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് √2l. ഡി ലോട്ടും ബി ലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസസ് എത്രയാ?
ഇത്രയാണോ, ഇതാണോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? ഇസ് ഇറ്റ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? അതായത് എ ഡാഷ്, നമ്മുടെ ഈ ആക്സിസ് ഉണ്ടല്ലോ, സ്മോൾ എ ഡാഷ് എന്ന് പറയുന്ന ആക്സിസ് നിന്ന് ബിയിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതല്ല. ദിസ് ഈസ് നോട്ട് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് പെർപെൻഡിക്കുലർ ആണോ? അല്ല. എ ഡാഷ് എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദിസ് വിൽ ബി ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആക്സിസ് എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. സോ ഈ ഡിസ്റ്റൻസും സെയിം തന്നെ ആയിരിക്കും, കാരണം രണ്ടും പെർപെൻഡിക്കുലർ തന്നെയാണ്. ഓക്കെ, സോ ദിസ് വിൽ ബി ഇത് √2l ആണ്. ഡയഗണൽ √2l എന്ന് വരും. √(l² + l² √2l). അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി √2l/2 അല്ലെങ്കിൽ l/√2 എന്ന് വരും. √2l/2 or l/√2. സിമിലർലി ദിസ് വൺ ഈസ് ആൾസോ l/√2. ആ ഡിസ്റ്റൻസും l/√2 തന്നെയാണ്. ആക്സിസ് എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്, അല്ലാതെ ഏത് പോയിന്റ് വെച്ചിട്ടാണ് നമ്മളിപ്പോ ആക്സിസ് പറയുന്നത് എന്നല്ല നോക്കണ്ടേ. ആക്സിസ് എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എയിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാ? എയിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 0. എന്ന് പറയുന്നത് ആക്സിസ് തന്നെയുള്ള പോയിന്റ് ആണ്. സോ ദർ ഇസ് നോ ഡിസ്റ്റൻസ്. സോ ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് 0 അബൌട്ട് ദാറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. സോ m × 0² ആര് കാരണം? എ കാരണമുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ, പ്ലസ് m × l/√2 ദി ഹോൾ സ്ക്വയർ ആര് കാരണമുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ? ബി കാരണമുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ, പ്ലസ് m × √2l ദി ഹോൾ സ്ക്വയർ ആര് കാരണമുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ? സി കാരണമുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. കാരണം സിയിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് √2l ആണ്. ഇതിന്റെ ഡയഗണലും പെർപെൻഡിക്കുലർ ആയി. പിന്നെന്താണ്? പ്ലസ് m × l/√2 ദി ഹോൾ സ്ക്വയർ അഗെയിൻ. കാരണം എന്താണ്? ഡി കാരണമുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ m × l/√2 ml²/2 എന്ന് വരും, പ്ലസ് ml²/2 ml² എന്ന് വരും. പിന്നെ ഇവിടെ ഒരു m × 2l², 4ml² എന്ന് വരും ആൻസർ. 4ml² ആണോ? അല്ല, 3ml². It will be 3ml². 3ml² എന്ന് വരും ആൻസർ. ഓക്കെ, 3ml² എന്ന് വരും ആൻസർ. ദാറ്റ് ഈസ് ദി ആൻസർ. ഇനി ഇത് പാരലൽ ആക്സിസ് തിയറം വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാല്, ഹൗ ക്യാൻ വി ഡു ദിസ് യൂസിങ് പാരലൽ ആക്സിസ് തിയറം ചോദിച്ചാല്, ഇതാണല്ലോ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് വരിക അല്ലെ? 4 മാസും ഈക്വൽ ആണ്, അതുകൊണ്ട് സിമെട്രിക്കൽ ആയിട്ടുള്ള പോയിന്റ് വെച്ചിട്ടാണ് സെന്റർ ഓഫ് മാസ്. നമ്മൾ എന്ത് ചെയ്യുക? ഡി ബി വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുക. ഡി ബി വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് l/√2, ഈ ഡിസ്റ്റൻസും l/√2. ഡിയിലുള്ള മാസും ബിയിലുള്ള മാസും കാരണം എന്തുണ്ടാവില്ല? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടാവില്ല. ഏത് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുമ്പോൾ? ഡി ബി വെച്ചിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുമ്പോൾ. സോ എ കാരണം സി കാരണം മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. സോ m × l/√2 ദി ഹോൾ സ്ക്വയർ പ്ലസ് m × l/√2 ദി ഹോൾ സ്ക്വയർ മതിയോ? അപ്പൊ ഡി ബി വെച്ചിട്ടുള്ളത് കിട്ടിയിട്ടുള്ളൂ. പ്ലസ് മാസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ചെയ്യണം. മാസ് എടുക്കുമ്പോൾ എന്തെടുക്കണം? 4m എടുക്കണം. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? ഡി ബിയും എയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എയിലൂടെ പാസ് ചെയ്യുന്നു l/√2. സോ 4m × l/√2 ദി ഹോൾ സ്ക്വയർ എന്ന് ചെയ്യണം. ചെയ്താലും ഇത് ആൻസർ തന്നെ കിട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കാം മെത്തേഡ് പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സെമി സർക്കുലർ ഡിസ്ക് ഓഫ് മാസ് m and radius r about a perpendicular to the plane of the disk through the center is. ഒരു സെമി സർക്കുലർ ഡിസ്ക് ഉണ്ട്, അതിന്റെ മാസ് തന്നെ m ആണ്. അതിന്റെ മാസ് തന്നെ m ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ആണ് ചോദിച്ചത്. അപ്പൊ അതിനകത്ത് ചെയ്യുമ്പോൾ സപ്പോസ് നമുക്കൊരു സെമി സർക്കുലർ ഡിസ്ക് ഉണ്ടെന്ന് വിചാരിച്ചു. ഇതിന്റെ മാസ് m ആണ്. ഓക്കെ, ഈ ഡിസ്കിനെ ഞാൻ ഫുൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതേപോലെ തന്നെ ഫുൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏത് ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്? ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ എന്നാ പറഞ്ഞു. ഈ ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ ഇത് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ i ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യം i തന്നെയല്ലേ? താഴെയുള്ള സെമി സർക്കിൾ ആണെങ്കിലും മുകളിലുള്ള സെമി സർക്കിൾ ആണെങ്കിലും ഒരേപോലെ തന്നെയല്ലേ മാസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? എല്ലാ മാസിലോട്ടുള്ള ഡിസ്റ്റൻസും ഒരേപോലെ തന്നെയല്ലേ? അതായത് മുകളിലുള്ള ആൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തിയെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിലും മൊമെന്റ് ഓഫ് ഇനർഷ്യ സെയിം ആണ്. അപ്പോൾ മുകളിലത്തെ ആളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യം താഴത്തെ ആളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യം അബൌട്ട് ദാറ്റ് ആക്സിസ് ഈസ് സെയിം. കാരണം ദാറ്റ് ഈസ് സിമെട്രി ആക്സിസ് അല്ലേ? അബൌട്ട് ദാറ്റ് ആക്സിസ് ഈസ് സെയിം.
സോ ഇതൊരു ഫുൾ ഡിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് വി ടേക്ക് ഇറ്റ് ആസ് എ ഫുൾ ഡിസ്ക്, അതിന്റെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഫുൾ ഡിസ്കിൻ്റെത് I+I ആണ്. I+I മനസ്സിലായോ? I+I. ഇത് സെമി സർക്കുലർ ഡിസ്കിന്റെ ഒക്കെ അല്ലാതെ ഡിറൈവ് ചെയ്യാന്ന് പറഞ്ഞത് അത്യാവശ്യം നല്ല ഹെക്ടിക് ടാസ്ക് ആണ്. സോ ഇറ്റ് ഈസ് I+I. ഓക്കെ, I+I is equal to ഫുൾ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. എന്താണ് അതിന്റെ മാസ്? ഫുൾ ഡിസ്കിന്റെ മാസ് എത്ര ഉണ്ടാവും? 2m into r²/2. 2m into r²/2. So 2I is equal to 2m into r²/2 or I is equal to mr²/2 എന്ന് കിട്ടും. mr²/2 എന്ന് കിട്ടും. അപ്പൊ ഒന്ന് ആലോചിക്കേണ്ടത്, ഇതിപ്പോ എങ്ങനെ ആക്കിയാലും ഇങ്ങനെ തന്നെയാണ്. ഇതിപ്പോ 2 സെഗ്മെന്റ് ആക്കിയാലും ഇതേപോലെ തന്നെയാണ്. ഇതിന് പകരം ഞാൻ ഇതിനെ 4 സെഗ്മെന്റ് ആക്കി. 4 സെഗ്മെന്റ് ആക്കി. ഓരോ സെഗ്മെന്റിന്റെയും മാസ് m ആണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ 4I എന്ന് വരും. 4I എന്ന് പറയുന്നത് 4mr²/2 ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അതിന്റെ ടോട്ടൽ മാസ് 4m ആണ് ഇൻറ്റു r²/2. സോ I ഈസ് ഈക്വൽ ടു തന്നെ വരാം mr²/2. അപ്പൊ ജനറലൈസ് ചെയ്യാം, ഒരു ഡിസ്ക് ഒരു സെക്ടർ എടുത്തു. ഇഫ് യു ടേക്ക് എ സെക്ടർ ഫ്രം ഒരു സ്മോൾ സെക്ടർ, എത്രയെങ്കിലും ആയിക്കോട്ടെ, എത്രയെങ്കിലും 1/4 1/2 3/4 എത്ര സെഗ്മെന്റ് വേണമെങ്കിലും എടുത്തു. ആ സെഗ്മെന്റിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഏതുപോലെ തന്നെയാണ്? ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പോലെ തന്നെയാണ് വരിക. ഓക്കെ, ഇറ്റ് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ഡിസ്ക്. അവിടെ എടുക്കുമ്പോൾ മാസ് ഏതിന്റെ എടുക്കണം? സെക്ടറിന്റെ മാസ് എടുക്കണം എന്ന് മാത്രം. അപ്പൊ സെക്ടറിന്റെ മാസ് m ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിസ്കിന്റെ പോലെ തന്നെ mr²/2 എന്ന് വരും. അത് എത്ര സെഗ്മെന്റ് ആക്കിയാലും അല്ലെ, ഇവിടെ ഇതാക്കിയപ്പോഴും അതിന്റെ ഹാഫ് ആക്കിയപ്പോഴും ഹാഫിന്റെ മാസ് m ആണ്, m into r²/2. 1/4 ആക്കിയപ്പോൾ ഓരോ 1/4 മാസ് m ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ 1/4 മൊമെന്റ് ഓഫ് ഇനർഷ്യ mr²/2. മനസ്സിലായോ? അത് ഏതുപോലെ റിംഗ് ആണെങ്കിലും അതേപോലെ തന്നെ ഒരു റിങ്ങിനെ പകുതിയാക്കി അതിന്റെ സെന്ററിലൂടെ, സെന്റർ ഓഫ് മാസിലൂടെ അല്ല, സെന്റർ ഓഫ് മാസ് വേറെ പൊസിഷനിലാണ് നമുക്കറിയാം, കുറച്ച് മുകളിലോട്ട് കയറിയിട്ടാണ് 2r/π എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് വെച്ചുള്ളത് അത് തന്നെയാണെന്ന് മനസ്സിലായോ? സോ സെന്റർ, ഡിസ്കിന്റെ സെന്റർ വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒരു സെഗ്മെന്റിന്റെതും ഡിസ്കിനെ പോലെ തന്നെയാണ് ഇക്വേഷൻ വരിക എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, സെഗ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ, സോ ക്വസ്റ്റ്യൻ നമ്പർ 7 വരെ ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 8. One solid sphere A and another hollow sphere B are of same mass and have same outer radii. Their moment of inertia about their diameters are respectively. അപ്പോ സോളിഡ് സ്ഫിയർ ഉണ്ട്, ഹോളോ സ്ഫിയർ ഉണ്ട്. ഹോളോ സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? ഹോളോ സ്ഫിയറിൻ്റെത് 2/3 mr² ആണ്, സെയിം മാസ് ആണ് ആൻഡ് സെയിം ഔട്ടർ റേഡിയസ് ആണ്. സോളിഡ് സ്ഫിയർ ആവുമ്പോൾ എന്താണ്? 2/5 mr² ആണ്. 2/5 mr² ആണ്. സോ ഏതാണ് കൂടുതൽ? ഹോളോ സ്ഫിയറിന്റെ അല്ലേ കൂടുതൽ? ഇറ്റ് ഈസ് മോർ ഫോർ ഹോളോ സ്ഫിയർ. സോ എന്തുകൊണ്ടാണ് ഹോളോ സ്ഫിയറിന് ശരിക്കും കൂടുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഈ നമ്മള് ഒരു എന്തുകൊണ്ടാണ് ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ റിങ്ങിനേക്കാളും കുറയാനുള്ള റീസൺ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം mr²/2 ആണ്, റിങ്ങിൻ്റെത് mr² ആണ്, സെയിം മാസ് ആണെന്നുണ്ടെങ്കിൽ mr² ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള റീസൺ? റിംഗ് ആവുമ്പോ എവിടെ മാത്രമേ ഇതുള്ളൂ? മാസ് കുറവായതുകൊണ്ടാണോ? മാസ് കുറവായതുകൊണ്ടല്ല. റിങ്ങിന്റെ കേസിലും സെയിം മാസ് തന്നെയാന്ന് വിചാരിച്ചു, സെയിം മാസുള്ള വേറെ ഏതെങ്കിലും മെറ്റീരിയലിന്റെ സെയിം മാസ് ആക്കി. റിങ്ങിന്റെ കേസിൽ മാസ് എല്ലാം വളരെ അധികം ഡിസ്റ്റൻസിൽ, r ഡിസ്റ്റൻസിൽ മാത്രമാണ്. masses are at a distance of r. പക്ഷെ അപ്പോ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ എന്താണ്? മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ എല്ലാം കൂടി ആഡ് ചെയ്ത് കിട്ടിയതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. എല്ലാ മാസും r ഡിസ്റ്റൻസിലാണ്. സോ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ചെയ്യുമ്പോൾ എല്ലാ മാസും r ഡിസ്റ്റൻസിലായതുകൊണ്ടാണ്. പക്ഷെ ഡിസ്ക് ആവുമ്പോൾ എല്ലാ മാസും r ഡിസ്റ്റൻസിലാണോ? അല്ല, ഇവിടെയൊക്കെ മാസ് ഉണ്ട്. സോ കുറെ മാസിനോട്ടുള്ള ഡിസ്റ്റൻസ് കുറവാണ് അല്ലെ? സെന്ററിന്റെ റീജിയനിലൊക്കെ മാസ് ഉണ്ട്. സോ ഡിസ്റ്റൻസ് കുറെ മാസിലോട്ട് കുറവാണ്. സർക്കംഫറൻസിലും കുറച്ചുണ്ട്, പക്ഷെ ഫുള്ള് സർക്കംഫറൻസിലല്ല. അതേപോലെ തന്നെയാണ് ഹോളോ സ്ഫിയറിന്റെ കേസിലും സർഫസിൽ മാത്രമേ മാസ് ഉള്ളൂ.
ഡിസ്ക് ഫുൾ സോളിഡ് സ്ഫിയർ ആകുമ്പോൾ എവിടെ ഉണ്ട്, ഉള്ളിലും മാസ് ഉണ്ട്. അപ്പൊ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ത് ചെയ്യും, കുറയും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, സോ IA is ലെസ് ദാൻ IB അല്ലെ, ഹോളോ സ്ഫിയറിനാണ് കൂടുതൽ. IA is less than IB. ഇനി അടുത്തത്, a circular disc of radius r is made from an iron plate of thickness T. Another disc Y of radius 4r is made from the same iron plate of thickness T/4. Then the relation between the moment of inertia. Okay, അപ്പോൾ thickness ഇവിടെ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസ്കിന്റെ കേസിലും സോളിഡ് സിലിണ്ടർ ആണെങ്കിലും ഒക്കെ മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നെയാണ്, മാസ് ഇൻറ്റു mr²/2 എന്ന് ചെയ്താൽ മതി. ഓക്കെ, ആ തിക്നെസ് ബോധർ ചെയ്യണം, കാരണം സെയിം മെറ്റീരിയൽ ആണ്. അപ്പൊ മാസിന്റെ കേസിൽ മാത്രം തിക്നെസ് വരും. മാസ് കണ്ടുപിടിക്കാൻ തിക്നെസിന്റെ ആവശ്യമുണ്ട്. മനസ്സിലായോ? വോളിയം മാസ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ മാസ്. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ടേമിൽ എന്ത് വരില്ല, തിക്നെസ് വരില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സോ ഫസ്റ്റ് കേസിൽ I is equal to, ഡിസ്കിന്റെ കേസിൽ എന്താണ് വരിക, mr²/2. ഫസ്റ്റ് കേസിൽ mr²/2 ആണ്. വേറെ m is equal to, m എന്താണ്, ഡിസ്ക് ആണ്, സ്മോൾ തിക്നെസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താണ്, സിലിണ്ടർ പോലെയാണ് അല്ലെ, സിലിണ്ടർ പോലെയാണ്. അപ്പൊ അതിന്റെ ഹൈറ്റ് ആണ് തിക്നെസ് T എന്ന് പറയുന്നത്, T. സോ വോളിയം ഇൻറ്റു മാസ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു πr²T ഇതല്ലേ അതിന്റെ മാസ് വരിക. വേറെ m is equal to density into πr²/2. സോ പുതിയ സംഭവം, പുതിയ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇത് IX ആണ്. Yയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വരാം m' ഇൻറ്റു അതിന്റെ റേഡിയസ് 4r ഉണ്ട്, 4r the whole square by 2 ആണ്, 4r the whole square by 2. where m' is equal to rho into pi into radius 4r the whole square into T/4. So ഒരു 4 ക്യാൻസൽ ചെയ്ത് പോകും. This will be 4 into rho pi r² T എന്ന് പറഞ്ഞാൽ ഇത് മാസ് ആണ്. സോ മാസ് എന്തായിട്ട് മാറി, 4m ആയിട്ട് മാറി. മാസ് became 4m. So I' is equal to 4m into 16r²/2 എന്ന് വരും. So this is 64mr²/2. So this is IX. So this is 64IX. Okay, 64IX എന്ന് വരും ആൻസർ. So mass 4 times ആയി, റേഡിയസും 4 times ആയി. So it will become 64IX. Option D is the answer. Option D ആണ് ആൻസർ. So that is about it. ഇത്രയാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്നുള്ള ക്വസ്റ്റ്യൻസ്. നമുക്കിനി ബാക്കി റൊട്ടേഷണൽ മോഷനിലോട്ട് കടക്കാം. അടുത്ത ടോപ്പിക് ആണ് റൊട്ടേഷണൽ മോഷൻ. അടുത്ത ടോപ്പിക് റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ റൊട്ടേഷൻ അബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ്. ഇതിനകത്ത് ചില ക്വാണ്ടിറ്റീസ്, അതിന് റൊട്ടേഷൻ പറയുന്നതിന് മുമ്പ് ചില ക്വാണ്ടിറ്റീസ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ ആംഗുലാർ മൊമെന്റം. ഫസ്റ്റ് വൺ ഓഫ് എ പോയിന്റ് ഒബ്ജക്റ്റ്. ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ഞാൻ പറഞ്ഞു, റൊട്ടേഷണൽ ക്വാണ്ടിറ്റീസ് എപ്പോഴും ഡിഫൈൻ ചെയ്യുക അബൌട്ട് എ പോയിന്റോ ഓർ ഒരു ആക്സിസോ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. നമ്മൾ ഒരു പോയിന്റ് ഒബ്ജക്റ്റിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ട്രാൻസ്ലേഷണൽ മോഷൻ മാത്രമുള്ള ഒരു പോയിന്റ് ഒബ്ജക്റ്റിന്റെ ആംഗുലാർ മൊമെന്റം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. സപ്പോസ് വി ഹാവ് എ പോയിന്റ് ഒബ്ജക്റ്റ് മൂവിംഗ് വിത്ത് വെലോസിറ്റി v and mass m. We are taking a point O here. We have the position vector at an instant is r. Position vector at an instant to this object is r. Then the angular momentum about O is defined as r cross mv. R cross p എന്ന് പറയും. r cross p. Or ഇതിന്റെ magnitude എന്ന് പറയുന്നത് rmv sin theta. Okay. What is that theta? ഈ ആംഗിൾ ആണോ theta? Is this the angle theta? r cross mv എന്ന് പറയുമ്പോൾ നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ ദി വെക്ടേഴ്സ് എടുക്കും അല്ലെ, ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ rmv sin theta. Is that the angle theta? അതാണോ ആംഗിൾ theta? അല്ല.
ഏത് ആംഗിൾ ആണ് എടുക്കേണ്ടത്? വി ഹാവ് ടു ടേക്ക് ദി ആംഗിൾ tail coincide ചെയ്യുമ്പോഴുള്ള ആംഗിൾ എടുക്കണം. ഓക്കെ, വി ഹാവ് ടു ടേക്ക് ദിസ് ആംഗിൾ. ദിസ് ഈസ് ദി ആംഗിൾ തീറ്റ. ആറിനെ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ട് ടൈൽസ് കോയിൻസൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആർ എം ബി സൈൻ. ഇനി നമുക്ക് നോക്കാം, ഇതിനെ വേറെ രീതിയിൽ എഴുതാം. ഇതാ ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ലൈൻ എങ്ങനെയാണ്? എലോങ് മൊമെന്റം ആണ് ഞാൻ ലൈൻ വരച്ചിട്ടുള്ളത്. എലോങ് ദി മൊമെന്റം, എലോങ് ദി ഡയറക്ഷൻ ഓഫ് മൊമെന്റം. ഒരു അല്ലെങ്കിൽ മൊമെന്റത്തിന്റെ വെക്ടറിനെ ഞാൻ രണ്ട് സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ എനിക്കൊരു ലൈൻ കിട്ടും. That line is called line of action of momentum. Momentum is acting along that line. Momentum is acting along that line. Okay, ഞാൻ അതിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരക്കാം. I'm drawing a perpendicular to that. അങ്ങനെയാണെങ്കിൽ this angle will be theta. Opposite angles ആണ്. That angle will be vertically opposite angles. That will be theta. So ഇത് r ആണ്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് r ആണെന്നുണ്ടെങ്കിൽ this will be r sin theta. This r perpendicular on മൊമെന്റത്തിന്റെ ലൈൻ ഓഫ് ആക്ഷനിലോട്ട് വരക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് r sin theta. So ഈ sin theta ഇതിന്റെ കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ if we give sin theta with that particular r, so it will be mvr sin theta. That r sin theta can be written as mvr perpendicular. mvr, what is that r perpendicular? ഓർത്ത് വെക്കുക, it is the perpendicular distance between the line of action of momentum and the point about which we are taking angular momentum. ഏത് പോയിന്റ് വെച്ചാണോ ആംഗുലാർ മൊമെന്റം എടുക്കുന്നത് അത് വെച്ചിട്ടുള്ള ലൈൻ ഓഫ് ആക്ഷൻ ഓഫ്, അത് വെച്ചിട്ട് ആ പോയിന്റ് എന്ന് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് മൊമെന്റത്തിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ രണ്ട് രീതിയിലും ചെയ്യാം. വേറെ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വിനെ കമ്പോണൻസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് കമ്പോണന്റ് വിൽ വി കോസ് തീറ്റ, ദിസ് കമ്പോണന്റ് വിൽ ബി വി സൈൻ തീറ്റ. സോ ഇവിടെ ഒരു വി സൈൻ തീറ്റ എന്ന് പറയുന്ന സംഭവം ഇല്ലേ? വാട്ട് ഈസ് ദാറ്റ് വി സൈൻ തീറ്റ? ദാറ്റ് ക്യാൻ ബി ദി കമ്പോണന്റ് ഓഫ് വെലോസിറ്റി പെർപെൻഡിക്കുലർ ടു ആർ വെക്ടർ. ആർ വെക്ടറിന്, പൊസിഷൻ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ്. സോ അങ്ങനെ വേണമെങ്കിലും എഴുതാം. LO is equal to MRV പെർപെൻഡിക്കുലർ എന്നും എഴുതാം. രണ്ടും കൂടി പെർപെൻഡിക്കുലർ എടുക്കരുത്, ഒന്നുകിൽ ആർ പെർപെൻഡിക്കുലർ എടുക്കുക അല്ലെങ്കിൽ വി പെർപെൻഡിക്കുലർ എടുക്കുക. ഓക്കെ, രണ്ടിന്റെയും കൂടി പെർപെൻഡിക്കുലർ എടുക്കരുത്. ഓക്കെ, either take r perpendicular or take v perpendicular. So that is about angular momentum. ഇനി അടുത്തതാണ് ടോർക്ക് എന്ന് പറയുന്ന സംഭവം. രണ്ടാമത്തെ ക്വാണ്ടിറ്റി ടോർക്ക്. ഓക്കെ, ടോർക്ക്. അപ്പൊ ടോർക്ക് ഞാൻ സിംപ്ലിഫൈ ചെയ്ത് പറയാണ്. സപ്പോസ് വി ഹാവ് എ റോഡ് ഓർ എനിത്തിങ്, ഏതൊരു റിജിഡ് ഒബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു എഫ് എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പൊസിഷൻ വെക്ടർ ആണ് ആർ വെക്ടർ. ഞാൻ റോഡ് വരച്ചത് സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ്, എല്ലാത്തിനും ഉള്ള ഡെഫിനിഷൻ സെയിം. സോ ടോർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് ആർ ക്രോസ് എഫ്. ആർ ക്രോസ് എഫ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഗിവൺ ബൈ ആർ എഫ് സൈൻ തീറ്റ. സോ ദിസ് ഈസ് ദി ആംഗിൾ തീറ്റ. ഞാൻ ഇവിടെ ഒരു ലൈൻ വരക്കുന്നുണ്ട്. That line is called, അതിനെന്താ പറയാ? This is the line of action of force, അല്ലേ? Line of action of force, line of action of force. So LAF, ഇപ്പൊ LAC എന്നൊക്കെ കേൾക്കാറില്ലേ വാർത്തയിലൊക്കെ, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ആണ് ഇത്. സോ ഇവിടുന്ന് ഞാൻ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ആർ പെർപെൻഡിക്കുലർ. ആർ പെർപെൻഡിക്കുലർ എന്തായിരിക്കും? ആർ സൈൻ തീറ്റ ആയിരിക്കും. നേരത്തെ വരച്ച ആംഗുലാർ മൊമെന്റത്തിന്റെ സെയിം സിറ്റുവേഷൻ. സോ നമ്മൾ ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എന്ത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അത്? ദിസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ ലൈൻ, ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സൈഡിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുക. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സും the point about which we are taking torque. ഏത് പോയിന്റ് വെച്ചിട്ടാണോ ടോർക്ക് എടുക്കുന്നത് ആ പോയിന്റ് വെച്ചിട്ടുള്ള, ആ പോയിന്റിന് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ പോയിന്റ് മാറുന്നതിനനുസരിച്ച് ടോർക്കും ഓട്ടോമാറ്റിക്കലി മാറും, അതേപോലെ ആംഗുലാർ മൊമെന്റും മാറും. റൊട്ടേഷണൽ ക്വാണ്ടിറ്റീസ് നമ്മൾ പോയിന്റോ ആക്സിസോ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ they will change, അവർ ചേഞ്ച് ചെയ്യും. ഇനി ഫോർ റിജിഡ് ബോഡി, ഫോർ എ റിജിഡ് ബോഡി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഡെറിവേഷനിലോട്ട് പോകുന്നില്ല.
Angular momentum about rotating axis. Rotating about fixed axis. Fixed axis എന്ന് പറഞ്ഞാൽ റോളിംഗ് ഇല്ല, റൊട്ടേഷൻ മാത്രമുള്ള സിറ്റുവേഷൻ. Angular momentum is given by I omega. Angular momentum is given by I omega. Torque is given by, ഞാൻ പറഞ്ഞു mass into velocity ക്ക് പകരം ഇവിടെ moment of inertia ആണ് മാസിന് പകരം, വെലോസിറ്റിക്ക് പകരം angular velocity. Torque is given by I alpha. ഇനി ടോർക്കും ആംഗുലാർ മൊമെന്റും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ടോർക്ക് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം അല്ലെ. ഫോഴ്സ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞ പോലെ ടോർക്ക് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം. ഇത്രയും കാര്യങ്ങളാണ് റൊട്ടേഷനും ട്രാൻസ്ലേഷനും കമ്പയർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന സംഭവമാണ്. കമ്പയർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന സംഭവമാണ്. L is equal to I omega, tau is equal to I alpha. റിജിഡ് ബോഡീസിന്റെ കേസിൽ പോയിന്റ് ഒബ്ജക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആംഗുലാർ മൊമെന്റം MV/R പെർപെൻഡിക്കുലർ എടുത്ത് ചെയ്യാം. സോ ഇതാണ് റൊട്ടേഷണൽ മോഷന്റെ കേസിൽ വരുന്നത്. പിന്നെ ഇതിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഉണ്ടാവും. ഇക്വേഷൻസ് നമ്മൾ മറ്റേതിനകത്ത് V equal to U plus AT എന്ന് എഴുതും അല്ലേ. അപ്പൊ ഇതേപോലെ ഇതിനകത്ത് എന്ത് എഴുതാം? ഒമേഗ is equal to omega 0 plus alpha t. ഇതിനകത്ത് ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആവണം കേട്ടോ. ഇതിനകത്ത് ആൽഫ കോൺസ്റ്റന്റ് ആവണം, ആംഗുലാർ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആവണം. S is equal to ut plus half AT square എന്ന് എഴുതും. Theta is equal to omega 0 t plus half alpha t square എന്ന് എഴുതാം. ഓക്കെ, ആംഗിൾ ടേൺഡ് ആണ് ഇതിനകത്ത് വരെ. അതേപോലെ V square is equal to U square plus 2as എന്ന് എഴുതും. അതേപോലെ ഇതിനകത്ത് എന്താ എഴുതാം? അപ്പോ omega square is equal to initial angular velocity omega 0 square plus 2 alpha theta എന്ന് എഴുതും. 2 alpha theta എന്ന് എഴുതും. അതേപോലെ റൊട്ടേഷൻ ട്രാൻസ്ലേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് mv സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്താ എഴുതാം? മാസിന് പകരം I omega സ്ക്വയർ. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് റൊട്ടേഷന്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഏതുവരെ പറഞ്ഞു? ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. 10th question. A particle performing uniform circular motion has angular frequency double, omega double ആക്കി, and has angular frequency double and kinetic energy half. Right? Then its angular momentum is, what is its angular momentum? അങ്ങനെയാണെങ്കിൽ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കുന്നതാണ്? ഒരു പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒമേഗ പകുതിയാക്കി കൈനറ്റിക് എനർജി എന്താക്കി? ഹാഫ് ആക്കി. ഒമേഗ ഡബിൾ ആക്കി കൈനറ്റിക് എനർജി ഹാഫ് ആക്കി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആംഗുലാർ മൊമെന്റം എന്നാണ് ചോദിച്ചത്. ഓക്കെ, അത് ചെയ്യുമ്പോൾ സർക്കുലാർ, ഇത് റൊട്ടേഷണൽ മോഷൻ അല്ല, സർക്കുലാർ മോഷൻ ആണ്. രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഒരു സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആക്സിസ് വെച്ച് തന്നെ അത് റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുന്നത്. സർക്കുലാർ മോഷൻ ആണെങ്കിൽ ഒരു ഫിക്സ്ഡ് പോയിന്റ് വെച്ച് അത് റിവോൾവ് ചെയ്യും. ഇത് V ആണ്, ഇതിന്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ആണെങ്കിൽ V ഈക്വൽ ടു R ഒമേഗ എന്നൊക്കെ നമുക്കറിയാം. V ഈക്വൽ ടു R ഒമേഗ എന്ന് നമുക്കറിയാം. അപ്പൊ ഈ ക്വസ്റ്റ്യനില് എന്താണ് പറഞ്ഞത്? ആംഗുലാർ വെലോസിറ്റി ഡബിൾ ആക്കി. സോ ഇനീഷ്യലി ഉള്ള ആംഗുലാർ മൊമെന്റം L is equal to എന്താണ്? L is equal to MV/R perpendicular. അപ്പൊ ഇതാണ് വെലോസിറ്റിയുടെ ലൈൻ ഓഫ് ആക്ഷൻ, മൊമെന്റത്തിന്റെ ലൈൻ ഓഫ് ആക്ഷൻ. സോ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? R തന്നെയാണ്, റേഡിയസ് തന്നെയാണ്. സോ ദിസ് ഈസ് MV/R. ഓക്കെ, ഇനി അഥവാ ഇൻ ടേംസ് ഓഫ് ഒമേഗ എഴുതണം എന്നുണ്ടെങ്കിലോ? ഈ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇല്ല, പ്രശ്നമില്ല. ഓക്കെ, ഇൻ ടേംസ് ഓഫ് ഒമേഗ എഴുതണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ MV/R എന്ന് എഴുതാം. ഇൻ ടേംസ് ഓഫ് ഒമേഗ എഴുതണം V ഈക്വൽ ടു R ഒമേഗ എന്ന് എഴുതിയിട്ട് എന്ത് എഴുതാം? MR സ്ക്വയർ ഒമേഗ എന്ന് വേണമെങ്കിലും എഴുതാം. ഓക്കെ, MR സ്ക്വയർ ഒമേഗ എന്ന് വേണമെങ്കിലും എഴുതാം. അതല്ല നമുക്ക് വേണമെങ്കിൽ
ആണ് ആറിനെ മാറ്റാം ഇതിനകത്ത്. ആറിനെ മാറ്റി എഴുതാണെങ്കിലോ r is equal to v by omega എന്ന് എഴുതാം. This can be written as mv into v by omega, that is mv square by omega എന്ന് എഴുതാം. ആംഗുലാർ മൊമെന്റ് mv square by omega എന്ന് വേണമെങ്കിലും ആംഗുലാർ മൊമെന്റും എഴുതാം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ഫ്രീക്വൻസി ആംഗുലാർ ഫ്രീക്വൻസി ഡബിൾ ആക്കി എന്ന് പറഞ്ഞാൽ ഒമേഗ എന്തായി? ഒമേഗ എന്തായി? ഒമേഗ ഡാഷ് ബിക്കംസ് 2 ഒമേഗ. കൈനറ്റിക് എനർജി എന്താക്കി? കൈനറ്റിക് എനർജി ഹാഫ് ആക്കി. അപ്പൊ ഇനീഷ്യലി ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി എന്തായിരുന്നു? ഹാഫ് എം വി സ്ക്വയർ ആണ്. മനസ്സിലായോ? പുതിയ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാല് അപ്പൊ ഈ ടേം എന്താ? ബേസിക്കലി വാട്ട് ഈസ് ദിസ് ടേം? ദിസ് ഈസ് 2 ടൈംസ് കൈനറ്റിക് എനർജി അല്ലേ? ദിസ് ടേം ഈസ് 2 ടൈംസ് കൈനറ്റിക് എനർജി. എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസിക് ഹാഫ് എം വി സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി. എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി 2 ടൈംസ് കൈനറ്റിക് എനർജി ആണ്. സോ ആംഗുലാർ മൊമെന്റത്തിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 2 ടൈംസ് കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ ഒമേഗ. ഇനി വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, 2 ടൈംസ് കൈനറ്റിക്. അപ്പൊ കൈനറ്റിക് എനർജി ഹാഫ് ആക്കി. സോ ദിസ് ബിക്കംസ് 1/2. സോ ഇതാണ് L1. ഫൈനലി എന്തായിട്ട് മാറും? 2ke/2. കൈനറ്റിക് എനർജി ഹാഫ് ആയി, ഇത് ഇതായി. സോ ദിസ് വിൽ ബി 2ke/4 ഒമേഗ. സോ ഒരു 1/4 ആണ് അഡീഷണൽ ആയിട്ട് വന്നത്. മറ്റേ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന സംഭവമാണ്. 2ke/omega, that is 1/4. മറ്റേ 2ke/4 ഒമേഗ. സോ എത്ര ടൈംസ് ആണ് ആയിട്ട് മാറുന്നത്? L/4 ആയിട്ടാണ് മാറുന്നത്. ബിക്കംസ് L/4. വേറെ രീതിയിലൊക്കെ ചെയ്യാട്ടോ. നമ്മുടെ 6 കണ്ടുപിടിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 6 ഇല്ലാതെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ദാറ്റ് ഈസ് അപ് ടു us. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. Two racing cars of masses m1 and m2 are moving in circles of radii r1 and r2 respectively. Their speeds are such that each makes a complete circle in the same time t. The ratio of their angular speeds to that of 2. Okay. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ആൾക്കാരുണ്ട്, 2 കാർ ഉണ്ട്, 2 പേരും സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് സെയിം ടൈമിലാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ആംഗുലാർ സ്പീഡ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ആംഗുലാർ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ സ്പീഡും ടൈം പീരീഡും. ആംഗുലാർ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ആംഗുലാർ സ്പീഡ് എന്ന് പറയുമ്പോൾ ഒരു സർക്കുലർ മോഷനിൽ കവർ ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? ടോട്ടൽ കവർ ചെയ്യുന്ന ആംഗിൾ 2π ആണ്. അത് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. യൂണിഫോം സർക്കുലർ മോഷൻ ആണെന്നുണ്ടെങ്കിൽ. സോ ആംഗിൾ കവേർഡ് ഈസ് 2π, ടൈം ടേക്കൺ ഈസ് t. സോ 2π/t ആണ് ഒമേഗ. ഈ കേസിൽ t 2 കേസിലും സെയിം ആണ്. t is same in both cases. ഒമേഗ എന്തായിരിക്കും? 2 കേസിലും സെയിം ആയിരിക്കും. ഒമേഗ is same in both cases. So A is the answer. 1:1 ആണ് ആൻസർ വരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, 2πr/v അല്ലേ? വാട്ട് ഈസ് ദിസ് r/v? v/r ആണ് ഒമേഗ. അല്ലേ? v = r ഒമേഗ ആണ് സർക്കുലർ മോഷന്റെ കേസ്. അപ്പൊ 2π/omega തന്നെ ആൻസർ കിട്ടും. ടൈം പീരീഡ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. If a flywheel makes 120 revolutions per minute, if a flywheel makes 120 revolutions per minute, its angular speed will be, what will be its angular speed? അതിന്റെ ആംഗുലാർ സ്പീഡ് എന്ത് വരുന്നതാണ്? സോ റേഡിയൻ പെർ സെക്കൻഡിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് തന്നിട്ടുള്ള എന്താ? RPM ആണ്, റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. സോ RPM-നെ എങ്ങനെ റേഡിയൻ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാന്ന് ചോദിച്ചാൽ 1 RPM എന്ന് പറഞ്ഞ ആക്ച്വലി എന്താണ്? ഒരു അല്ലെങ്കിൽ RPM-നെ എങ്ങനെ RPS-ലോട്ട് കൺവേർട്ട് ചെയ്യാം? ഒരു മിനിറ്റിൽ ഇത്ര റൊട്ടേഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഉണ്ടാവും? ഒരു സെക്കൻഡിൽ എത്ര ഉണ്ടാവും? 1/60 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. സോ ഒരു മിനിറ്റിൽ 120 റെവല്യൂഷൻസ് ഉണ്ടെങ്കിൽ 60 സെക്കൻഡ്സിലാണ് 120 റെവല്യൂഷൻസ്. ഒരു സെക്കൻഡിൽ എത്ര റെവല്യൂഷനാ? 2 റെവല്യൂഷൻ. ഒരു സെക്കൻഡിൽ 2 റെവല്യൂഷൻ ആണ്. ഓക്കെ. അപ്പോ by 60 ചെയ്താൽ മതി.
by 60 ചെയ്താൽ മതി അല്ലെ, by 60 എന്ന് ചെയ്താൽ മതി. സോ അപ്പോ ഒരു സെക്കൻഡിൽ 2 റെവല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു റെവല്യൂഷനിൽ എത്ര ആംഗിൾ കവർ ചെയ്യും? 2π ആംഗിൾ ആണ് കവർ ചെയ്യുന്നത്. 2 റെവല്യൂഷനിൽ എത്ര ആംഗിൾ കവർ ചെയ്യും ഒരു സെക്കൻഡിൽ? ഒരു സെക്കൻഡിൽ 2 റെവല്യൂഷൻ ഉണ്ട്. ഓരോ റെവല്യൂഷനിലും 2π ആംഗിൾ കവർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 2 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ്, അതിൽ എത്ര കവർ ചെയ്യും? 4π ആംഗിൾ കവർ ചെയ്യും. അങ്ങനെ ചെയ്താലും മതി. അതല്ലെങ്കിൽ എങ്ങനെ ഓർത്ത് വെച്ചാൽ മതി? RPM-നെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? RPM-നെ എങ്ങനെ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാം? സോ റേഡിയൻ പെർ സെക്കൻഡിനെ റേഡിയൻ പെർ സെക്കൻഡിലോട്ട് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 1/60 into 2π ചെയ്യണം. 1/60 ആവുമ്പോൾ എന്തായിട്ട് മാറി? RPS ആയിട്ട് മാറി. റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആയി. ഓരോ റെവല്യൂഷനിലും എത്ര ഇതുണ്ട്? എത്ര ആംഗിൾ കവർ ചെയ്യുന്നുണ്ട്? 2π ആംഗിൾ കവർ ചെയ്യുന്നുണ്ട്. സോ RPM-നെ റേഡിയൻ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 1/60 into 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2π/60 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സിമിലർ ക്വസ്റ്റ്യൻ ആണ്, ചെയ്യണ്ടല്ലോ. ആംഗുലർ സ്പീഡ് ഓഫ് എഞ്ചിൻ ഓഫ് വീൽ മേക്കിംഗ് 90 റെവല്യൂഷൻസ് പെർ മിനിറ്റ്. 2π/60 into 90 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 3π റേഡിയൻ പെർ സെക്കൻഡ്. ഇനി അടുത്തത് 2 റേസിംഗ് കാർസ് ഓഫ് മാസ് m and 4m are moving in circles of radii r and 2r. If their speeds are such that each makes a complete circle in the same time, the angular speeds of the first to the second car is. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പിന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്ത് പറ്റിയെന്ന് അറിയില്ല. സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് പിന്നെയും വന്നത്. ഓക്കെ, നോക്കാതെ ഇട്ടിട്ടായിരിക്കും. സോ ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. 1:1. സെയിം ടൈം പീരീഡ് ആണ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ സ്പീഡ് 2π റേഡിയൻസ് തന്നെയാണ് എല്ലാ റൊട്ടേഷനിലും കവർ ചെയ്യുന്നത്. ടൈമും സെയിം ആണ്. ആംഗുലാർ സ്പീഡ് 2π/ടൈം പീരീഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ റോപ്പ് ഈസ് wound around a solid cylinder, hollow cylinder of mass 3 kg and radius 40 centimeter. What is the angular speed of the cylinder if the rope is pulled with a force of 30 Newton? What is the angular speed if the rope is pulled with a force of 30 Newton? 30 Newton കൊടുത്തിട്ട് ഈ റോപ്പ് പുൾ ചെയ്താൽ what will be the angular speed? So ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കൊരു സോളിഡ് ഹോളോ സിലിണ്ടർ ഉണ്ട്. ഇതിന് ചുറ്റും എന്ത് ചെയ്തിരിക്കുകയാണ്? റോപ്പ് വെച്ച് വൈൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ റോപ്പ് വെച്ച് ഇതിനെ ചുറ്റിയിരിക്കുകയാണ്. എന്നിട്ട് ഒരു റോപ്പിന്റെ ഒരു അറ്റത്ത് എന്ത് ചെയ്യാണ്? 30 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ കൊടുക്കുകയാണ്. മാസ് 3 kg ആണ്, റേഡിയസ് 40 സെന്റിമീറ്റർ ആണ്. 3 kg. ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള സിറ്റുവേഷൻ. നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് ദി ആംഗുലാർ ആക്സിലറേഷൻ. ആംഗുലാർ ആക്സിലറേഷൻ ഞാൻ പറഞ്ഞു. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇത് വെച്ച് റൊട്ടേറ്റ് ചെയ്യും. അതിന്റെ സെന്റർ വെച്ച് അത് റൊട്ടേറ്റ് ചെയ്യും. ടോർക്ക് ഇസ് ഈക്വൽ ടു എന്താണ്? ഐ ആൽഫ ആണ്. ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫ. ആൽഫ ഇസ് ഈക്വൽ ടു ടോർക്ക് ബൈ മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു നേരത്തെ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി point and the line of action of force. So force is acting along this line. Perpendicular distance will be radius. So that is Fr divided by I. That is given by F 30 Newton. That 0.4. Sorry. R 0.4 divided by moment of inertia. I എന്താണ്? ഹോളോ സിലിണ്ടർ ആണ്, mr സ്ക്വയർ ആണ്. ഹോളോ സിലിണ്ടർ ആണ്, mr സ്ക്വയർ ആണ്. സോ മാസ് 3 ആണ് ഇൻറ്റു 0.4 സ്ക്വയർ. സോ ഒരു 0.4 ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ 10 ബാക്കി ഉണ്ടാവും. സോ 10/0.4 എന്ന് വരും. 10/0.4 എന്ന് പറഞ്ഞാൽ 2/5 അല്ലെങ്കിൽ 4/10. 100/4 25. 25 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ആംഗുലാർ വെലോസിറ്റിയുടെ ആംഗുലാർ ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണ്? റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. 25 radian per second square. Okay, so that is the answer for that question. Now അടുത്ത question number 16. If F is the force acting on a particle having position vector r and tau is the torque of this force acting about the origin, then
R dot tau is equal to 0, F dot tau is equal to 0, R dot tau is equal to 0, അങ്ങനെ കുറെ ഓപ്ഷൻസ്. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തിരിക്കുകയാണ് ടോർക്കും ബാക്കി രണ്ട് ക്വാണ്ടിറ്റീസും തമ്മിൽ. സോ ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും ആൻസർ? പെട്ടെന്ന് പറഞ്ഞേ. ഇതിനകത്ത് നമുക്കറിയാം ടോർക്കിന്റെ ഇക്വേഷൻ വെക്റ്റർ ഫോമിൽ നമുക്ക് അറിയാം ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ഒരു വെക്റ്റർ സി ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി എന്ന് പറഞ്ഞാല് ആ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഹൗ ഇസ് ദി ഡയറക്ഷൻ ഓഫ് എ ക്രോസ് ബി? എ ക്രോസ് ബി ഈസ് പെർപെൻഡിക്കുലർ ടു, സോ എയും ബിയും ഇങ്ങനെ ഉണ്ട്. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. A cross B is perpendicular to the plane containing both A and B. അല്ലേ? Plane containing both A and B എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ് A cross B. A cross B is perpendicular to both A and B. So torque is perpendicular to R as well as torque is perpendicular to F. Torque R നും പെർപെൻഡിക്കുലർ ആണ്, ടോർക്ക് F നും പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ എന്താ വരിക? ടോ ഡോട്ട് ആർ എടുത്താൽ എന്താ വരിക? 0. രണ്ട് വെച്ച് ഡോട്ട് പ്രോഡക്റ്റ് എടുത്താലും ടോർക്ക് രണ്ടിനും പെർപെൻഡിക്കുലർ ആണ്. സോ ദിസ് ടേം ഈസ് ആൾസോ 0. This term is also F dot tau is also 0 because torque is perpendicular to F and torque is perpendicular to R also. So that term will be 0. Now അടുത്തത് question number 17. 17th question. A uniform rod AB of length L and mass M is free to rotate about point A. The rod is released from rest in the horizontal position. Given the moment of inertia of the rod about A is moment of inertia തന്നിട്ടുണ്ട്. എന്നാ വളരെ സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. ml²/3. The initial angular acceleration of the rod will be. What will be the initial angular acceleration of the rod? ചില ക്വസ്റ്റ്യനിൽ എന്ത് തരില്ല, മൊമെന്റ് ഓഫ് ഇനർഷ്യ തരില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കും. ഇതെങ്ങനെയാണ് സിറ്റുവേഷൻ? വീഡിയോ നോക്കിയാൽ. സോ ഇങ്ങനെ ഒരു റോഡ് ഉണ്ട് അല്ലെ. വി ഹാവ് എ റോഡ് ലൈക്ക് ദിസ്, ഹൊറിസോണ്ടലി നിൽക്കുകയാണ്. ഇതിനെന്ത് ചെയ്തു? ഇങ്ങനെ പൊസിഷൻ എന്ത് ചെയ്തു? റിലീസ് ചെയ്തു. ഇങ്ങനെ പൊസിഷൻ റിലീസ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വരും. റൊട്ടേറ്റ് ചെയ്യുന്ന ഏത് പോയിന്റ് വെച്ചാൽ എൻ പോയിന്റ് വെച്ച്, സെന്റർ ഓഫ് മാസ് വെച്ചിട്ടാണോ? അല്ല, ഈ എൻ പോയിന്റിലാണ് ഹിഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ എൻ പോയിന്റ് വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വരും. ദിസ് വിൽ റൊട്ടേറ്റ് ലൈക്ക് ദിസ് about the end point. Okay, so what is the angular acceleration എന്നാണ് ചോദിച്ചത്. Okay, what is the angular acceleration? നമുക്ക് റോഡ് ഉണ്ട്, എന്ത് ചെയ്യാണ്? ഒരു എൻഡ് പോയിന്റിൽ ഹിഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് റിലീസ് ചെയ്താൽ വാട്ട് വിൽ ബി ദി ആംഗുലർ ആക്സിലറേഷൻ? അപ്പൊ അബൌട്ട് ദിസ് പോയിന്റ് ആണ് ഇത് എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? താഴേക്ക് mg ഉണ്ട്, അത് ഏതിലൂടെ ആക്ട് ചെയ്യുക? സെന്റർ ഓഫ് മാസിലൂടെയാണ് ആക്ട് ചെയ്യുക. പിന്നെ ഈ ഹിഞ്ചിൽ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടാവും അല്ലെ? ഹിഞ്ചിൽ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടാവും. ദറ്റ് നോർമൽ ഫോഴ്സോ എന്ത് വേണമെങ്കിലും എടുത്തോ, പക്ഷെ ആ ഫോഴ്സിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ ഏത് വെച്ചാ റൊട്ടേറ്റ് ചെയ്യുന്നത്? ഹിഞ്ച് വെച്ചിട്ടാണ് അല്ലെ. സേ O ആണ് ഹിഞ്ച് എന്നുണ്ടെങ്കിൽ ഇവിടെ ടോർക്ക് എടുക്കുമ്പോൾ എന്താ വരും? വാട്ട് വിൽ ബി ദി ടോർക്ക്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ലൈൻ ഓഫ് ആക്ഷൻ. സോ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയും വരും, L/2. mg സെന്റർ ഓഫ് മാസിലൂടെയാണ് ആക്ട് ചെയ്യുക. സോ ദാറ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വിൽ ബി mg ഇൻറ്റു L/2. n ഇവിടെ ടോർക്ക് ഉണ്ടാക്കുക അബൌട്ട് O വെച്ചല്ലേ റൊട്ടേറ്റ് ചെയ്യണേ അല്ലെ? ആ ഹിഞ്ച് വെച്ച് ആ എൻ പോയിന്റ് വെച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്യണേ ഇങ്ങനെ. മനസ്സിലായോ? സോ എന്തില്ല, n കാരണം ടോർക്ക് ഉണ്ടാവും. n-ഉം O-യും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താ? O-യിലൂടെ തന്നെയല്ലേ n പാസ് ചെയ്ത് പോകുന്നത് അല്ലെ? സോ n-ന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. സോ ആ ലൈനിൽ തന്നെയാണ് O ഉള്ളത്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസ് 0. അല്ലെങ്കിൽ ആ ഫോഴ്സ്, if the line of action of the force pass through the point, then the torque will be 0. Torque 0 ആണ്. Okay, so n കാരണം ഇവിടെ ടോർക്ക് ഇല്ല. There is no torque due to the force on the hinge. ഹിഞ്ചിൽ എന്തെങ്കിലും നമ്മളിപ്പോ ഞാനിവിടെ ഇങ്ങനെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോ എന്ത് ചെയ്യണം? ഈ ഹിഞ്ചിൽ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഫ്രീ ഫോൾ ആയിട്ട് പോവാണ് ചെയ്യുക. ആ ഫോഴ്സ് ഉണ്ടാവും അവിടെ, എന്തെങ്കിലുമൊക്കെ ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാവും. ബട്ട് ദാറ്റ് ഫോഴ്സ് does not produce any torque. അത് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യില്ല. കാരണം ഒന്നുകിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, അത് ഏതിലൂടെ ആക്ട് ചെയ്യുന്ന? എന്നിലൂടെ, ഓയിലൂടെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഓന്ന് എന്ത് ചെയ്യുക? പൊസിഷൻ വെക്ടർ ഓയിലോട്ട് തന്നെ വരയ്ക്കുക. ഓന്ന് ഓയിലോട്ട് തന്നെ പൊസിഷൻ വെക്ടർ വരച്ചാൽ 6 0 അല്ലേ?
അങ്ങനെ പറയാം. അതല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെയാണ് O ഉള്ളത്, അങ്ങനെയാണെങ്കിലും ടോർക്ക് 0 ആണ്. ഇഫ് ദി പോയിന്റ് ലൈസ് ഓൺ ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് then also the torque is 0. Okay, so torque mg L/2 മാത്രമേ ഉള്ളൂ. So alpha is equal to tau by I ആണ്. That is mg L/2 by ml square by 3. So this is 3g by 2l. 3g by 2l. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യനിൽ നേരിട്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ ml square by 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. തരാതിരിക്കാം. ഓക്കെ, മിക്കവാറും ക്വസ്റ്റ്യനിൽ തരുമൊന്നുമില്ല, ജെഇക്കൊന്നും ക്വസ്റ്റ്യനിൽ തരുമൊന്നുമില്ല എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്നുള്ളത്. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഇതാണ് സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ്, ഹിഞ്ചിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഹിഞ്ചിലും അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഡിസ്റ്റൻസ് എടുക്കേണ്ടി വരും L/2. ഇത് വെച്ചുള്ള ml square by 12. ICM is ml square by 12 plus m into L/2 the whole square. സോ അങ്ങനെയാണ് അത് ml square by 3 ആയത്. ml square by 12 plus ml square by 4 ml square by 3. അപ്പൊ തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ആൻസർ ഈസ് 3g by 12. അടുത്ത question number 18. Question number 18. A particle of mass m moves in xy plane with a velocity v along this straight line AB. If the angular momentum of the particle with respect to the origin O is LA, when it is at A with respect to origin O is LA when it is at A and LB when it is at B, then LA equal to LB. The relation between LA and LB depends on the slope of the line AB. LA less than LB, LA greater than LB. ഏത് ആൻസർ വരിക? ആംഗുലാർ മൊമെന്റം O വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പൊസിഷൻ വെക്ടർ എടുക്കണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പൊസിഷൻ വെക്ടർ എടുക്കണം. MVR ക്രോസ് B എന്നാണ് ചെയ്യുക. അപ്പൊ എന്തായിരിക്കും വരിക? പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് ചെയ്താൽ മതി, ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ആംഗുലാർ മൊമെന്റവും അല്ലെ, മൊമെന്റം ഇയാൾ ഇതിലൂടെ അല്ല പാസ് ചെയ്ത് പോകുന്നത്. സോ ദിസ് ഈസ് ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് മൊമെന്റം. അതും പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്താൽ മതി. അത് രണ്ടാക്കും സെയിം തന്നെ അല്ലേ, രണ്ടാക്കും സെയിം തന്നെ അല്ലേ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ. ബോത്ത് പോയിന്റ്സ് ആർ ഓൺ ദി സെയിം ലൈൻ. ഇയാൾ ഡയറക്ഷൻ മാറ്റിയിട്ടില്ല, ഡയറക്ഷൻ അതേപോലെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ദി ആംഗുലാർ മൊമെന്റം വിൽ റിമെയിൻ സെയിം. അതേപോലെ തന്നെ ഉണ്ടാവും ആംഗുലാർ മൊമെന്റം. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? കാരണം ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താ, പാർട്ടിക്കിൾ എവിടെയാണെങ്കിലും ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് മൊമെന്റം അത് തന്നെയാണ്. പാർട്ടിക്കിൾ എവിടെയാണെങ്കിലും ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് മൊമെന്റം എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഓക്കെ, പാർട്ടിക്കിൾ എവിടെയാണെങ്കിലും ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് മൊമെന്റം സെയിം തന്നെയാണ്. എവിടെയാണെങ്കിലും ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് മൊമെന്റം എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പൊ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും എവിടെയാണെങ്കിലും സെയിം ആണ്. സോ ദി ആംഗുലാർ മൊമെന്റം ഈസ് സെയിം. ആംഗുലാർ മൊമെന്റം സെയിം ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19th ക്വസ്റ്റ്യൻ. Number 19. A tube of length L is filled completely with an incompressible liquid of mass m and closed at both the ends. The tube is then rotated in a horizontal plane about one of its ends with a uniform angular velocity omega. Then the force exerted by the liquid at the other end is ഇത് ശരിക്കും ഇത് ഫ്ലൂയിഡ്സിലെ പ്രഷർ വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഞാൻ റൊട്ടേഷണൽ മോഷനിലെ ഇത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം ഈ സംഭവം. ഓക്കെ, ഫ്ലൂയിഡ്സിൽ വരുന്ന സംഭവമാണ്, ഒരു ഹയർ ലെവൽ സംഭവമാണ് ശരിക്കും. പക്ഷെ എന്നാലും ചെയ്യാൻ പറ്റും. റൊട്ടേഷനിൽ സെന്റർ ഓഫ് മാസിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യാം. ഒരു ട്യൂബ് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിൽ ഇതിന്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ഇതിനകത്തുള്ള എല്ലാ പാർട്ടിക്കിൾസും എന്ത് ചെയ്യും, സർക്കുലർ മോഷൻ. ഒരു സാധനം, ഒരു റോഡ്, ഇതൊരു റോഡാന്ന് വിചാരിച്ചു, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇവിടെയുള്ള പാർട്ടികൾ ഇങ്ങനെയുള്ള സർക്കിൾ മൂവ് ചെയ്യും, ഇവിടെയുള്ള പാർട്ടികൾ ഇങ്ങനെ ഒരു സർക്കിളിൽ മൂവ് ചെയ്യും.
ഇവിടെയുള്ള പാർട്ടിക്കിൾ ഇങ്ങനെയുള്ള ഒരു സർക്കിൾ മൂവ് ചെയ്യും അല്ലേ? എല്ലാ പാർട്ടിക്കിളും എന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? സർക്കുലർ മോഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഈച്ച് പാർട്ടിക്കിൾ ഹാസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. എല്ലാ പാർട്ടിക്കിളിനും സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ട്. സോ ഇതിന്റെ കേസിൽ ഓരോ പാർട്ടിക്കിളിന്റെയും റേഡിയസ് ഡിഫറെന്റ് ആണ്. ഓരോ പാർട്ടിക്കിളിനും കിട്ടുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് കണ്ടുപിടിച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞു എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. അല്ലെ, മുമ്പ് പറഞ്ഞ ഓർമ്മയില്ലേ? ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സിസ്റ്റം ഈസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദി സെന്റർ ഓഫ് മാസ്. അപ്പൊ ഇവിടെ നെറ്റ് ഫോഴ്സ് അല്ലെ, ഇവിടെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഫോഴ്സ്, ആകെ ഫോഴ്സ് അപ്ലൈ ചെയ്യാനുള്ള ഇവിടത്തെ ആള് മാത്രമാണ്. ഈ എൻഡ് എന്നുള്ള ഈ വാള് മാത്രമാണ് ഇതിനെ ഉള്ളിലോട്ട് പിടിച്ചു നിർത്തുന്നത്. നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ്. ഇത് കാരണമാണ് ഇവിടെയുള്ള പാർട്ടിക്കിളിനും ഇവിടെയുള്ള പാർട്ടിക്കിളിനും ഇവിടെയുള്ള പാർട്ടിക്കിളിനും ഇവിടെയുള്ള പാർട്ടിക്കിളിനും എല്ലാ പാർട്ടിക്കിളിനും സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കിട്ടുന്നത്. സോ എല്ലാം കൂടി നമ്മൾ ചെയ്യുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യണം. പക്ഷെ അതിനേക്കാളും എളുപ്പം ഒരു ലോജിക് അപ്ലൈ ചെയ്താൽ മതി. നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സിസ്റ്റം ഈസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. സോ ടെൽ മീ വാട്ട് ഈസ് ദി ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്? വി സ്ക്വയർ ബൈ ആർ എന്ന് എഴുതാം അല്ലെ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ആ ആർ എത്രയാണ്? ഇവിടെ L/2 എന്ന് വരും. അതല്ലെങ്കിൽ വി ഈക്വൽ ടു ആർ ഒമേഗയാണ്, ആർ ഒമേഗ സ്ക്വയർ എന്ന് വേണമെങ്കിലും എഴുതാം. ക്യാൻ ബി റിട്ടൺ ആസ് ആർ ഒമേഗ സ്ക്വയർ. ഓക്കെ, ആർ ഒമേഗ സ്ക്വയർ. സോ എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എം ഇൻറ്റു L/2, റേഡിയസ് ആർ ആണ്, ഒമേഗ സ്ക്വയർ. ML ഒമേഗ സ്ക്വയർ ബൈ 2. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു. ഏത് വെച്ചിട്ടാണ്, ഏത് കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്തത്? സെൻട്രിപെറ്റൽ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സിസ്റ്റം ഈസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു. ഫ്ലൂയിഡ്സ് ചെയ്ത പ്രഷർ വെച്ചിട്ടൊക്കെയാണ് പറയുന്നത്, പക്ഷെ അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. Two bodies have their moment of inertia I and 2I about their axis of rotation. If their kinetic energies of rotation are equal, then their angular momentum will be in the ratio. What will be the ratio of their angular momentum? ഞാൻ പറഞ്ഞു, നമുക്കറിയാം റൊട്ടേഷന്റെ കേസിൽ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ഐ ഒമേഗയാണ്. അപ്പൊ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ കൊണ്ട് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് ഒമേഗ കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വി കൺ ഡു ദാറ്റ് വേ ആൾസോ. അതല്ലെങ്കിൽ എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ സ്ക്വയർ ഒമേഗ സ്ക്വയർ ആണ്. ബൈ 2i ചെയ്താൽ എന്താ കിട്ടുക? ദിസ് ഈസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ദിസ് ഈസ് കൈനറ്റിക് എനർജി. ഏതുപോലെ നമ്മൾ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി എങ്ങനെ എഴുതാറുള്ളത്? പി സ്ക്വയർ ബൈ 2m എന്ന് എഴുതാറില്ലേ? മുമ്പ് എഴുതിയിട്ടില്ലേ പി സ്ക്വയർ? അല്ലെങ്കിൽ അതേപോലെ പി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2m കൈനറ്റിക് എനർജി, എം സ്ക്വയർ വി സ്ക്വയർ ബൈ 2m അല്ലേ? മൊമെന്റം സ്ക്വയർ ബൈ 2m ചെയ്താൽ മതി. അപ്പൊ അവിടുത്തെ മൊമെന്റത്തിന് പകരം ഇവിടെ ആംഗുലാർ മൊമെന്റം എൽ സ്ക്വയർ ബൈ 2i. മാസിന് പകരം മാസിന് പകരം മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എൽ സ്ക്വയർ ബൈ 2i ആണെന്ന് ഓർത്തു വെക്കുക. അതല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാട്ടോ. ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഹാഫ് I1 ഒമേഗ സ്ക്വയർ ഒമേഗ 1 സ്ക്വയർ ഹാഫ് I2 ഒമേഗ 2 സ്ക്വയർ. എന്നിട്ട് ഒമേഗ കണ്ടുപിടിച്ചിട്ട് L ഈക്വൽ ടു ഐ ഒമേഗയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും റേഷ്യോ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ഏറ്റവും എളുപ്പം ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കേസിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. സോ L1 സ്ക്വയർ ബൈ 2i ഫസ്റ്റ് കേസിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ I ആണ്. ഈക്വൽ ടു L2 സ്ക്വയർഡ് ബൈ 2 ഇൻറ്റു 2i എന്ന് എഴുതാം. അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ 2i ആണ്. സോ എന്ത് ക്യാൻസൽ ചെയ്ത് പോവും? I ക്യാൻസൽ ചെയ്ത് പോവും, 2 ക്യാൻസൽ ചെയ്ത് പോവും. L1 സ്ക്വയർ ബൈ L2 സ്ക്വയർ, L1 സ്ക്വയർ ബൈ L2 സ്ക്വയർ
is equal to 1 by 2. L1 by L2 is equal to 1 by root 1 by root 2 എന്ന് വരും. L1 by L2 is equal to 1 by root. So option D will be the answer. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ half I1 half I into omega square has to be equal to half 2I into omega 1 ആണെങ്കിൽ omega 2 square എന്ന് എഴുതാം. So omega 1 is equal to ഇതിനകത്ത് നിന്ന് കിട്ടുക root 2 omega 2 എന്ന് കിട്ടും അല്ലേ? So first one in the angular moment L1 is equal to I omega 1, that is അല്ലെങ്കിൽ omega 2 is equal to by root 2 എന്ന് കിട്ടും. അതേപോലെ L2 is equal to 2I omega 2 അല്ലേ? 2I omega 2 where omega 2 is omega 1 by root 2. അപ്പോൾ അതും root 2 I omega 1 എന്ന് കിട്ടും. So അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. We can do that way also. സോ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എളുപ്പം ഇങ്ങനെ ചെയ്താൽ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. ഇനി റിലേഷനും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. റൊട്ടേഷനും ഇതും കമ്പയർ ചെയ്ത് ചെയ്യാൻ നമ്മൾ പഠിക്കണം. റൊട്ടേഷനും ട്രാൻസ്ലേഷണൽ മോഷൻ. ഓക്കെ, അല്ല അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത് ഗ്രാവിറ്റേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഞാൻ തൽക്കാലം പറഞ്ഞിട്ടില്ല. റൊട്ടേഷനിൽ ഇനിയും ടോപ്പിക്സ് ബാക്കിയുണ്ട്, പക്ഷെ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്തില്ല. ആ പോർഷൻ ഞാൻ പറയാം. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചിലപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാനിട്ട് തരാം. ഓക്കെ, റോളിംഗ് മോഷൻ വെരി ഇമ്പോർട്ടന്റ് ഏരിയ ആണ് റോളിംഗ് മോഷൻ. സോ റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻഡ് ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷണൽ മോഷനെയാണ് നമ്മൾ റോളിംഗ് മോഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ടയറോ അല്ലെങ്കിൽ ഒരു സ്ഫിയറോ എന്തെങ്കിലും ഇതിലൂടെ റോൾ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസിന് ഒരു വെലോസിറ്റി ഉണ്ടാവും, ഒരു ആംഗുലാർ വെലോസിറ്റി. റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും, അപ്പൊ അതിനൊരു ആംഗുലാർ വെലോസിറ്റി ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ മോഷനെ അനലൈസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം? ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അനലൈസ് ദി മോഷൻ. സോ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ട്രാൻസ്ലേഷൻ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ റൊട്ടേഷൻ അബൌട്ട് സെന്റർ ഓഫ് മാസ് എന്നും പ്ലസ് ട്രാൻസ്ലേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയും. അതായത് ഓരോ പോയിന്റിനെയും വെലോസിറ്റി ഒക്കെ കിട്ടാൻ നമുക്ക് ഇതിനകത്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റൊട്ടേഷൻ അബൌട്ട് സെന്റർ ഓഫ് മാസ് പ്ലസ് ട്രാൻസ്ലേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് എഴുതും. അപ്പൊ റൊട്ടേഷൻ അബൌട്ട് സെന്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ റൊട്ടേഷൻ മാത്രം കൺസിഡർ ചെയ്യാം, ഒമേഗ. അപ്പൊ ഈ റൊട്ടേഷൻ കാരണം മുകളിലത്തെ പോയിന്റിന് എങ്ങോട്ടാ വെലോസിറ്റി കിട്ടുക? ഇങ്ങോട്ട് വെലോസിറ്റി. സൈഡിലെ പോയിന്റിന് എങ്ങോട്ടാ വെലോസിറ്റി കിട്ടുക? ഈ താഴേക്ക് വെലോസിറ്റി. ഇവിടുത്തെ പോയിന്റിന് എങ്ങോട്ടാ വെലോസിറ്റി കിട്ടുക? ഇങ്ങോട്ട് വെലോസിറ്റി. ഇവിടുത്തെ പോയിന്റിന് എങ്ങോട്ടാ കിട്ടുക? ഇങ്ങോട്ട് വെലോസിറ്റി. പ്ലസ് അടുത്ത എന്ത് ചെയ്യണം? ട്രാൻസ്ലേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസിന്റെ ട്രാൻസ്ലേഷൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യും. സോ ഇത് വി വരും, വി സി എം അല്ലെ? ആ വെലോസിറ്റി ആർക്ക് കൊടുക്കണം? എല്ലാ പോയിന്റിനും കൊടുക്കണം. താഴെയുള്ള പോയിന്റിന് കൊടുക്കണം, ഇവിടെയുള്ള പോയിന്റിന് കൊടുക്കണം, ഈ ഫ്രണ്ടിലുള്ള ഈ പോയിന്റിന് കൊടുക്കണം, ഈ സൈഡിലുള്ള പോയിന്റിന്, എല്ലാ പോയിന്റിനും അത് കൊടുക്കണം. അപ്പൊ നെറ്റ് മോഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിനെയും കൂടി റിസൾട്ടന്റ് ആയിട്ടാണ് വരിക. സോ അത് വരക്കുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, സോ ഇവിടുത്തെ പോയിന്റിന് എന്തൊക്കെയാണ്? ആർ ഒമേഗ ഇങ്ങോട്ടുണ്ട്, ഇവിടുത്തെ പോയിന്റിന് ആർ ഒമേഗ ബാക്കിലോട്ടുണ്ട്, ഇവിടുത്തെ പോയിന്റിന് ആർ ഒമേഗ ഫ്രണ്ടിലോട്ടുണ്ട്. ഈ പോയിന്റ്സിനെല്ലാം വി സി എം എങ്ങോട്ടാ? ഇങ്ങോട്ട് വി ഉണ്ട്, ഇയാൾക്കും വി ഇങ്ങോട്ട് തന്നെയാണ്, ഇയാൾക്കും വി ഇങ്ങോട്ട് തന്നെയാണ്. ഇതിന്റെ രണ്ടിന്റെയും കൂടി റിസൾട്ടന്റ് ആണ് എന്ത് വരിക? ഓരോ പോയിന്റിന്റെയും വെലോസിറ്റി വരിക. മുകളിലത്തെ പോയിന്റിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി പ്ലസ് ആർ ഒമേഗ അല്ലെ? വി പ്ലസ് ആർ ഒമേഗയാണ് മുകളിലത്തെ പോയിന്റിന്റെ വെലോസിറ്റി വരിക. താഴത്തെ പോയിന്റിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി മൈനസ് ആർ ഒമേഗ, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈ സൈഡിലെ പോയിന്റിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് പറയുന്ന അതിന്റെ 90 ഡിഗ്രി ആയതുകൊണ്ട് റിസൾട്ടന്റ്. ബാക്കി ഏത് പോയിന്റ് ആണെങ്കിലും ഇങ്ങനെ റിസൾട്ടന്റ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പറഞ്ഞു മനസ്സിലായോ? സോ ഇതാണ് റോളിംഗ് മോഷൻ. അതിനെന്താ ചെയ്യുക? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ട്രാൻസ്ലേഷൻ ഓഫ് സെന്റർ ഓഫ് മാസും പ്ലസ് റൊട്ടേഷൻ അബൌട്ട് സെന്റർ ഓഫ് മാസും. കാരണം കിട്ടുന്ന വെലോസിറ്റീസ് മാർക്ക് ചെയ്യുക. റിസൾട്ടന്റ് ആണ് റിസൾട്ടന്റ് വെലോസിറ്റി വരും. സോ മുകളിലത്തെ പോയിന്റിന് വി പ്ലസ് ആർ ഒമേഗ, അങ്ങനെയാണ് ഈ കേസിൽ വരിക. ഓക്കെ, ഇനി ഇതിനകത്തുള്ള ഒരു സംഭവമാണ് നമ്മൾ പ്യുവർ റോളിംഗ് എന്ന് വരും അല്ലെ? പ്യുവർ റോളിംഗ് അല്ലെങ്കിൽ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. Pure rolling or rolling without slipping.
Pure rolling or rolling without slipping എന്ന് പറയും. Okay. So rolling without slipping in the case, slipping illa എന്ന് എപ്പോഴാ പറയാ? When do we say there is no slipping? So ഇത് ഗ്രൗണ്ടിൽ ഇങ്ങനെ റോൾ ചെയ്ത് പോവാന്ന് വിചാരിച്ചു. ഇത് വെലോസിറ്റി v. മുകളിലത്തെ പോയിന്റിന്റെ വെലോസിറ്റി v ഇങ്ങോട്ട് ഉണ്ടാവും. റൊട്ടേഷൻ കാരണം r ഒമേഗയും ഫ്രണ്ട് v പ്ലസ് r ഒമേഗ ഉണ്ടാവും. സ്ലിപ്പിംഗിൽ ഗ്രൗണ്ടിലുള്ള പോയിന്റ് എങ്ങനെയാണ്? താഴേക്ക് ബാക്കിലോട്ടാണ് r ഒമേഗ, ഫ്രണ്ടിലോട്ടാണ് v. v. നമ്മൾ എപ്പോഴാ രണ്ട് ബോഡീസ് തമ്മിൽ സ്ലിപ്പിംഗ് ഇല്ല എന്ന് പറയാം? ഒരു ബുക്കിന്റെ മുകളിൽ വേറൊരു ബുക്ക് വെച്ച്, ഓക്കെ, ഒരു ബുക്കിന്റെ മുകളിൽ വേറൊരു ബുക്ക് വെച്ച്, and there is friction, there is no slipping. ഫ്രിക്ഷൻ ഇല്ലെങ്കിലും സ്ലിപ്പിംഗ് ഇല്ലാതൊക്കെ ചില കേസിൽ വരാം. ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഇവര് സ്ലിപ്പിംഗ് ഇല്ല എന്ന് പറയുമ്പോ എന്ത് ചെയ്യണം? കോണ്ടാക്ട് ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം? ഇയാളും ഈ ബുക്കിന്റെ ഈ ലോവർ സർഫസും ഇതാണല്ലോ കോണ്ടാക്ട് ഉള്ളത്. കോണ്ടാക്ട് ഉള്ള പോയിന്റ്സിന്റെ സ്പീഡ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അത് രണ്ടും സെയിം ആണെങ്കിൽ we say there is no slipping. ഓക്കെ, കോണ്ടാക്ട് ഉള്ള പോയിന്റ്സിന്റെ സ്പീഡ് സെയിം ആണെങ്കിൽ, അപ്പൊ ഇവിടെ ആരൊക്കെയാണ് കോണ്ടാക്ട് ഉള്ളത്? ഇവിടെ ഗ്രൗണ്ടിലുള്ള പോയിന്റ് താഴെ, തൊട്ട് താഴെയുള്ള ഗ്രൗണ്ടിന്റെ പോയിന്റ് അയാൾക്ക് സ്പീഡ് ഉണ്ടാവും, പിന്നെ അയാൾ റെസ്റ്റിലാണ്. അപ്പൊ ഈ ബുക്കിൽ ഈ കോണ്ടാക്ട് ഉള്ള പോയിന്റില് സ്ഫിയറിന്റെ അല്ലെങ്കിൽ റോൾ ചെയ്യുന്ന സംഭവത്തിന്റെ കോണ്ടാക്ട് ഉള്ള പോയിന്റിന്റെ വെലോസിറ്റിയും സീറോ വരണം അല്ലെ? ഈ ഗ്രൗണ്ടിന്റെ വെലോസിറ്റി സീറോ ആയതുകൊണ്ട് ആ ഗ്രൗണ്ടിനായിട്ട് കോണ്ടാക്ട് ഉള്ള പോയിന്റിന്റെ വെലോസിറ്റിയും സീറോ വരണം. So v minus r omega has to be equal to 0. V equal to r omega എന്ന് വരുന്നത്. This is the condition for slipping. അല്ല, പ്യൂർ റോളിംഗ്. പ്യൂർ റോളിംഗിന്റെ കണ്ടീഷൻ ഇതാണ്. ഓക്കെ, v equal to r omega ആണ് പ്യൂർ റോളിംഗിന്റെ കണ്ടീഷൻ. ഇനി ഇതിനകത്ത് ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ ക്വസ്റ്റ്യനും കൂടി വരും. ടോട്ടൽ കൈനറ്റിക് എനർജി റോളിംഗിന്റെ കേസിൽ എന്തൊക്കെയുണ്ട്? ട്രാൻസ്ലേഷനും ഉണ്ട്, റൊട്ടേഷനും ഉണ്ട് അല്ലെ? ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഹാഫ് എം വി സ്ക്വയർ, റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. സോ ടോട്ടൽ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ, half mv square plus half I omega square. This will be the total kinetic energy. Okay, pure rolling ആണെന്നുണ്ടെങ്കിൽ, if it is pure rolling, this can be written as v equal to r omega ആണ്, അല്ലെങ്കിൽ omega is equal to v by r ആണ്. So ke total വരാം half mv square plus half I omega square. I എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ എം കെ സ്ക്വയർ എന്ന് എഴുതാം. ഡിസ്ക് ആണെങ്കിൽ കെ സ്ക്വയറിന്റെ വാല്യൂ ആർ സ്ക്വയർ ബൈ 2, സോളിഡ് സ്ഫിയർ ആണെങ്കിൽ 2/5 ആർ സ്ക്വയർ, ഹോളോ സ്ഫിയർ ആണെങ്കിൽ 2/3 ആർ സ്ക്വയർ. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു എം കെ സ്ക്വയർ ഇൻറ്റു v square by r square, omega v by r substitute ചെയ്യും. So half mv square പുറത്തെടുത്താൽ we get ke total is equal to half mv square into 1 plus k square by r square. Half mv square into 1 plus k square by r square. For pure rolling only. Okay, only for pure rolling. Half mv square into 1 plus k square by r square. So ഇതാണ് പ്യൂർ റോളിംഗിന്റെ കേസിലുള്ള ടോട്ടൽ കൈനറ്റിക് എനർജി. ഇതിനകത്ത് കെ ഇ ട്രാൻസ്ലേഷണൽ ഡിവൈഡ് ബൈ കെ ഇ ടോട്ടൽ എന്താ എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ മാത്രമാണ് ട്രാൻസ്ലേഷണൽ. ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് വരും. ഹാഫ് എം വി സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയറിന് കോമൺ ഡിനോമിനേറ്റർ എടുത്തിട്ട് ചെയ്താൽ ദിസ് ഈസ് ആർ സ്ക്വയർ ബൈ കെ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, r square plus k square. ke rotational divide by ke total എടുത്താൽ എന്ത് വരാം? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് k square divide by r square plus k square. ke translational divided by ke rotational is r square by k square. ഇത് റേഷ്യോ ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. r square ചിലപ്പോൾ ചോദിക്കും എത്ര ഫ്രാക്ഷൻ ആണ് കൈനറ്റിക് എനർജി, അത്
ഈ ഇക്വേഷൻ ഓർത്തിട്ട് ഡിറൈവ് ചെയ്താലും മതി കേട്ടോ. ഈ ഇക്വേഷൻ ഓർത്തിട്ട് ആ ഇക്വേഷൻ ആയിട്ട് ഓർത്ത് വെക്കൊന്നും വേണ്ട, ഈ ഇക്വേഷൻ ആലോചിച്ചാലും മതി. ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 + k²/r² ആണ്. അതിനകത്ത് ഹാഫ് എം വി സ്ക്വയർ പോർഷൻ മാത്രമാണ് എന്ത്, ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്ന ഫസ്റ്റ് പോർഷൻ, പിന്നെ ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു k²/r². ആ പോർഷൻ റൊട്ടേഷനലും ഹാഫ് എം വി സ്ക്വയർ മാത്രം ട്രാൻസ്ലേഷനിലുമാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. So that is about pure rolling. Okay, pure rolling. ഇതിന്റെ കേസിൽ ഇതുവരെ പറഞ്ഞ v = r⍵, ഞാൻ ആക്സിലറേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ആക്സിലറേറ്റഡ് പ്യൂർ റോളിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി, ആക്സിലറേറ്റഡ് പ്യൂർ റോളിംഗ് അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് റോളിംഗ്. പ്യൂർ റോളിംഗ് ആവാം, അതല്ലാതെ ആവാം. ആക്സിലറേറ്റഡ് പ്യൂർ റോളിംഗ് മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു v = r⍵ ആണ് പ്യൂർ റോളിംഗിന്റെ കേസ്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എന്ത് വരും, രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ a = r⍵. a = r⍵. അപ്പൊ ഞാനൊരു കേസ് എടുക്കാം. ഇങ്ങനെ ഒരു സംഭവം, അതിന്റെ നടുവിൽ ഞാനൊരു F എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പൊ ഇതെന്ത് ചെയ്യണം, ഈ F എന്ന് പറയുന്ന ഫോഴ്സ് കൊടുക്കുന്ന കാരണം ഇതിനൊരു ഇങ്ങോട്ടൊരു ആക്സിലറേഷൻ കിട്ടും അല്ലേ, ഈ ഡയറക്ഷനിൽ ഒരു ആക്സിലറേഷൻ കിട്ടും. There will be acceleration along this direction. പക്ഷെ ആൽഫ കൊടുക്കാൻ ഇവിടെ ആര് വേണം, ഒരു ടോർക്ക് വേണം. ഇത് ഇതിന്റെ സെന്റർ വെച്ച് ഇങ്ങനെ റോൾ ചെയ്യില്ല, റൊട്ടേറ്റും ചെയ്യുന്നില്ലേ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോർക്ക് കൊടുക്കണം. ടോർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആര് വേണം, അല്ലെങ്കിൽ ആൽഫ വേണം. ആൽഫ വേണമെന്നുണ്ടെങ്കിൽ ടോർക്ക് വേണം. ഇവിടെ ഉള്ള ഫോഴ്സ് എഫ് മാത്രമാണ്, പിന്നെ താഴേക്ക് mg നോർമൽ ഫോഴ്സ്, അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പൊക്കോളൂ. അത് കാരണം ടോർക്ക് ഒന്നുമില്ല, എല്ലാം സെന്ററിലൂടെ തന്നെ പാസ് ചെയ്ത് പോകുന്ന ഫോഴ്സസ് ആണ്. അപ്പൊ ഇവിടെ ആരാണ് അപ്പൊ ടോർക്ക് കൊടുക്കുക, ആൽഫ എന്ന് പറയുന്ന ടോർക്ക് ആരെ കൊടുക്കുക. എഫിന് ടോർക്ക് ഉണ്ടോ അബൌട്ട് സെന്റർ? ഇല്ല, കാരണം എഫ് എന്ന് പറയുന്നത് ആ പോയിന്റിലൂടെ തന്നെ പാസ് ചെയ്ത് പോകുന്ന ഫോഴ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ പോയിന്റിലൂടെ തന്നെ പാസ് ചെയ്ത് പോകുന്ന ഫോഴ്സ് ആണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ടോർക്ക്. അപ്പൊ ഇവിടെ ആരും കൂടി വേണം, ഇവിടെ ഗ്രൗണ്ടിൽ ഫ്രിക്ഷനും കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന് ആൽഫ എന്ന് പറയുന്ന ആക്സിലറേഷൻ, ആംഗുലാർ ആക്സിലറേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഫ്രിക്ഷനും കൂടി ഉണ്ടെങ്കിൽ ആംഗുലാർ ആക്സിലറേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആക്സിലറേഷന്റെ ഇക്വേഷൻ പറഞ്ഞേ F net is equal to F net by mass. So net ഫോഴ്സ് എത്രയാ അപ്പൊ ഇവിടെ, F minus friction divided by mass. ഓക്കെ, ഇനി അതേപോലെ ആൽഫ ഇസ് ഈക്വൽ ടു എന്താ പറഞ്ഞേ, ടോർക്ക്. ടോർക്ക് ഡിവൈഡഡ് ബൈ I. ആരാണ് ഇവിടെ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ആര് മാത്രമാണ് ഇവിടെ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ആര് മാത്രമാണ് ഇവിടെ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഫ്രിക്ഷൻ മാത്രമാണ് ഇവിടെ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്, R ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് R. സോ F into R divided by moment of inertia I എന്ന് വരും. This is F into R divided by moment of inertia വേണമെങ്കിൽ mk² എന്നാണ്, mk². ഇനി A = R⍵ എന്ന് ഇക്വേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ F minus F by m has to be is equal to FR by mk² into R. R⍵. A = R⍵ എന്ന് ഇക്വേറ്റ് ചെയ്യും. ആൽഫ is equal to torque by I അല്ലേ, tau = I alpha. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന ഇക്വേഷൻസ് F is equal to capital F divided by 1 plus R² by k² എന്നാണ് കിട്ടുക. സോൾവ് ചെയ്താൽ F മാത്രമേ അതിനകത്ത് വേരിയബിൾ ഉള്ളൂ, കിട്ടാൻ പോകും. ആക്സിലറേഷൻ is equal to F divided by m into 1 plus k² by r². Very important equation. F divided by m into 1 plus k² by r². അപ്പൊ F divided by m അല്ല, ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ് ആണ് എന്ത് വരേണ്ടത്, ആക്സിലറേഷൻ വരേണ്ടത്. ഫ്രിക്ഷനും കൂടി ഉള്ളതുകൊണ്ട് അത് കുറയും, ഫ്രിക്ഷൻ ബാക്കിലോട്ട് ഉള്ളതുകൊണ്ട് അത് കുറയും. എത്രയാണ് കുറയുന്നത്, ആ താഴെയുള്ള ക്വാണ്ടിറ്റി ഓർത്ത് വെക്കുക, 1 plus k² by r². ഈ 1 plus k² by r² എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താ, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന 1 plus k² by r². ആ സംഭവം തന്നെ അതിവിടെ ഫോഴ്സ് ബൈ മാസ്, ആക്സിലറേഷൻ, അതിന്റെ കൂടെ താഴെ ആ സംഭവം കൂടി വരുന്നുണ്ട്. ഓക്കെ, 1 plus k² by r². ഈ ഫ്രിക്ഷന്റെ വാല്യൂം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. So this will be the acceleration in the case of force, in the case of accelerated pure rolling. ഇതിന് എക്സാമ്പിൾ ആയിട്ട് സ്ഥിരമായിട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ടൈപ്പാണ് ഇൻക്ലൈൻഡ് പ്ലെയിനുള്ള കേസ്. എല്ലാ എക്സാമിനും ചോദിക്കും ഇൻക്ലൈൻഡ് പ്ലെയിനുള്ള കേസ്. ഇൻക്ലൈൻഡ് പ്ലെയിന്റെ കേസിൽ
എന്തൊക്കെയാണ് ഫോഴ്സ് ഉള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു കമ്പോണൻസ് ആക്കി. എം ജി നേരെ താഴേക്ക് ഉണ്ടാവും. എം ജിനെ കമ്പോണൻസ് ആക്കുകയാണെങ്കിൽ എം ജി സൈൻ തീറ്റ, താഴേക്ക് എം ജി കോസ് തീറ്റ. നോർമൽ ഫോഴ്സ് അതിനെ ബാലൻസ് ചെയ്തോളും. പിന്നെ ഉള്ളത് ഇങ്ങോട്ട് ഫ്രിക്ഷൻ വേണം. ഓക്കെ, അപ്പൊ നേരത്തെ ഇവിടെ എഫിന് പകരം എം ജി കോസ് തീറ്റയും എന്നും ബാലൻസ് ചെയ്ത് പോകും. ഇത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. നേരത്തെ ഉള്ള ഇവിടുത്തെ എഫിന് പകരം ഇവിടെ ആരാണ്? എം ജി സൈൻ തീറ്റ ആണല്ലോ അല്ലേ? അതായത് ഇതിനെ സൈഡിലോട്ട് വലിച്ചുകൊണ്ട് പോകുന്ന എം ജി സൈൻ തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആക്സിലറേഷൻ വരിക എം ജി, എഫിന് പകരം എം ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. 1 plus k square by r square. So acceleration is equal to g sin theta divided by 1 plus k square by r square. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു സാധനം വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എത്രയായിരുന്നു ആക്ച്വലി വരണ്ടേ? ഫ്രിക്ഷൻ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എത്രയായിരുന്നു വരണ്ടേ? ജി സൈൻ തീറ്റ അല്ലേ? എം ജി സൈൻ തീറ്റ താഴേക്ക് ഉണ്ടാവും, ജി സൈൻ. അപ്പൊ താഴെ അതിന്റെ കൂടെ ഒരു 1 plus k square by r square എന്ന് പറയുന്ന ടേമും കൂടി വരും ഇൻക്ലൈൻഡ് പ്ലെയിനിൽ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. സോളിഡ് സ്ഫിയർ, ഹോളോ സ്ഫിയർ, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ താഴേക്ക് ഉരുട്ടി വിട്ടു. ആരാണ് താഴെ ആദ്യം എത്തുക? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറില്ലേ? ബോർഡ് എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതേപോലെ എൻട്രൻസിനും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു ഡിസ്ക്, റിങ്, അതേപോലെ സോളിഡ് സ്ഫിയർ, ഇങ്ങനെ മൂന്നെണ്ണം എന്ത് ചെയ്തു? സൈമൾട്ടേനിയസ്ലി മുകളിൽ നിന്ന് എന്ത് ചെയ്തു? റിലീസ് ചെയ്തു. സെയിം ഹൈറ്റ് നിന്ന് സെയിം ഇൻക്ലൈൻഡ് പ്ലെയിനിന് റിലീസ് ചെയ്തു. ആരാണ് ആദ്യം താഴെ എത്തുക? ആക്സിലറേഷൻ കൂടുതലുള്ള ആള് ആദ്യം താഴെ എത്തും. അപ്പൊ ആരാണ് ആദ്യം താഴെ എത്തുക ഈ കേസിൽ? ഡിസ്ക്, റിങ്, സോളിഡ് സ്ഫിയർ എന്ന് പറയുന്നതിനകത്ത് ആരാദ്യം എത്തും? ആരാണ് അവസാനം എത്താൻ പോകുന്നത്? ആക്സിലറേഷൻ കൂടുതലുള്ള ആൾ എന്ത് ചെയ്യും? അവസാനം എത്തും, അല്ല ആദ്യം എത്തും. ആക്സിലറേഷൻ ആർക്കാണ് കൂടുതൽ? ഡിനോമിനേറ്റർ കുറവുള്ള ആൾക്ക്. കേസ് എല്ലാവരും ഒപ്പാണോ എത്തുക? ആക്സിലറേഷൻ സെയിം ആണോ? അല്ല, ഓരോന്നിന്റെയും കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്താണ്? ഡിഫറെന്റ് ആണ്. ഈ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്താണെന്ന് ചോദിച്ചാൽ, കെ സ്ക്വയർ എന്താണെന്ന് ഞാൻ പറഞ്ഞു. മൊമെന്റ് ഓഫ് ഇനർഷ്യന്ന് മാസ് ഒഴിവാക്കിയിട്ടുള്ള സംഭവമാണ് കെ സ്ക്വയർ. കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ കൂടെ ഒരു കോൺസ്റ്റന്റ് വരില്ലേ? ഇപ്പൊ സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താ? 2/5 mr സ്ക്വയർ. അപ്പൊ കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2/5 r സ്ക്വയർ ആണ്. എം ഒഴിവാക്കിയാൽ മതി. 2/5 r സ്ക്വയർ. കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 2/5 ആണ് വരിക. 2/5 ആ കോൺസ്റ്റന്റ്, മൊമെന്റ് ഓഫ് ഇനർഷ്യയിലുള്ള കോൺസ്റ്റന്റ് ആണ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ വരിക. ഫോർ എക്സാമ്പിൾ സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി 2/5. ഡിസ്ക് ആണെങ്കിൽ ദാറ്റ് വിൽ ബി 1/2 mr സ്ക്വയർ അല്ലേ? ഹോളോ സ്ഫിയർ ആണെങ്കിൽ ദാറ്റ് വിൽ ബി 2/3. അതാണ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ. ഇതിനകത്ത് എല്ലാവർക്കും ഒരേ ആക്സിലറേഷൻ ആണോ? അല്ല. ദി ആക്സിലറേഷൻ ഈസ് നോട്ട് സെയിം ഫോർ ഓൾ ബിക്കോസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഈസ് ഡിഫറെന്റ് ഫോർ ഓൾ. അപ്പൊ ആർക്കാണ് കൂടുതൽ ആക്സിലറേഷൻ? കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ കുറഞ്ഞ ആൾക്കാണ് കൂടുതൽ ആക്സിലറേഷൻ. ആർക്കാണ് കുറവ് ആക്സിലറേഷൻ? കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ കൂടുതലുള്ള ആൾക്കാണ് ഇത്. അപ്പൊ ആർക്കാണ് കൂടുതൽ ആക്സിലറേഷൻ? ആരാണ് പെട്ടെന്ന് എത്തുക? കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ നോക്കിയാൽ മതി. സ്ഫിയറിന് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ 2/5. റിങ്ങിന് എത്രയാ? 1 mr സ്ക്വയർ അല്ലേ? കോൺസ്റ്റന്റ് കെ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ തന്നെയാണ്. ഡിസ്ക് ആകുമ്പോൾ 1/2 mr. സോളിഡ് സ്ഫിയർ ആണ് ആദ്യം താഴെ എത്തുക. കാരണം സോളിഡ് സ്ഫിയറിനാണ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഏറ്റവും കുറവ്. അതാണ് ഏറ്റവും ആദ്യം താഴെ എത്തുക. അതിനാണ് ഏറ്റവും കൂടുതൽ ആക്സിലറേഷൻ ഉണ്ടാവുക. പിന്നെ ആരാ എത്തുക? പിന്നെ ഡിസ്ക് എത്തും, പിന്നെ റിങ് എത്തും. ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇൻക്ലൈൻഡ് പ്ലെയിനിലെ ആക്സലറേഷൻ എന്താണ്? ഇൻക്ലൈൻഡ് പ്ലെയിനിൽ താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി എന്താണ്? ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി അതൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. ആക്സലറേഷൻ കിട്ടിയ വെലോസിറ്റി കണ്ടുപിടിച്ചൂടെ? √2gh √2gl അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് അതിന്റെ കേസ്. ബാക്കി നമുക്ക് അടുത്ത ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഗ്രാവിറ്റേഷൻ പ്ലസ് സോളിഡ്സ് രണ്ടും കൂടി ഡിസ്കസ് ചെയ്യാൻ നോക്കും. ഓക്കെ, സോളിഡ്സ് രണ്ടും ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ടുഡേ. ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ളൂ. റൊട്ടേഷൻ അത്യാവശ്യം നല്ല കോംപ്ലിക്കേറ്റഡ് ചാപ്റ്റർ ആണ്. ക്വസ്റ്റ്യൻ JEEക്കൊക്കെ നല്ല കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. നമ്മളിവിടെ സിമ്പിളായി ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇതിനകത്ത് സിമ്പിൾ ഡിസ്കസ് ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കുറച്ചെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ.
ടഫ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ 10-15 മിനിറ്റ് എടുക്കും എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ. നമുക്ക് ഈ ക്രാഷ് കോഴ്സിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം കൺസെപ്റ്റ് റെഡി ആവുന്ന രീതിയിൽ ടോപ്പിക്സും അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള കുറച്ച് മീഡിയം ടു സിമ്പിൾ ടു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിലോ അതല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലൊക്കെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പിൽ വാട്സപ്പ് നമ്പർ ഒക്കെ തന്നിട്ടുണ്ട്, അങ്ങനെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.